أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ الذي لنا بهذا المحضر ودأت في بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ദർസിൽ നമ്മൾ അത്തഹിയാത്തിനെ കുറിച്ചൊക്കെയാണ് വിശദീകരിച്ച് സംസാരിച്ചത്. അത്തഹിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് സലാം പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ അല്ലാഹുവിനെ അഭിവാദ്യം ചെയ്തതും ജിബ്രീൽ അലൈഹിസ്സലാം ഇത് കേട്ട് പറഞ്ഞതും ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹുവിൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ ഒരാവശ്യം പറഞ്ഞതും ആവശ്യം പറയാനുള്ള കാരണവും അത് ഇതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദർസ് പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ യാഥാർത്ഥ്യം അള്ളാഹു അവിടത്തേക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവിടുത്തെ മഹത്വത്തെ അവിടുത്തെ തന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തഹിയാത്തിൽ സലാത്ത് ചൊല്ലുന്നതിനെക്കുറിച്ച്. അതെന്തിനാണ് ചൊല്ലുന്നത്, മാത്രമല്ല അതിലെ ദുആ, ഇമാം എങ്ങനെ ദ്വാരിക്കണം, മാമൂം എങ്ങനെ, സാധാരണ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളെങ്ങനെ ദ്വാരിക്കണം, അതുപോലെ തന്നെ നിസ്കാരത്തിൽ നിന്ന് പിരിയുമ്പോൾ സലാം പറയുമ്പോൾ നമ്മൾ കരുതേണ്ടത്, മനസ്സിലാക്കേണ്ടത് ഇമാമിൻ്റെ അവസ്ഥ, മാമൂമിൻ്റെ അവസ്ഥ, അതുപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുടെ കാര്യം. പിന്നെ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ, അതിൽ നിന്ന് ചിലത് പറയുന്നുണ്ട്. അതിനുശേഷം സുന്നത്തായ നിസ്കാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിസ്കാരത്തിൽ നമ്മൾ നിസ്കാരത്തിൻ്റെ ഓത്തിനെ ശ്രദ്ധിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ അടക്കവും ഒക്കെ നമ്മൾ ക്രമീകരിക്കുന്നത്, ഓത്തും റുക്കുവും സുജൂദും ഒക്കെ അതിൻ്റേതായ സാവകാശത്തെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ടെന്ന് ഇൻഷാ അല്ലാഹ്. അതുപോലെ സുന്നത്തായ നിസ്കാരങ്ങൾ ഫർളായ നിസ്കാരത്തിൽ നിന്ന്, ഫർളായി നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് നിസ്കരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് ശൈഖ് അവറുകൾ പറയുന്നുണ്ട്. ആ കാരണം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയ ഒരു സംഭവമായിരിക്കും തോന്നി. ആ ഭാഗങ്ങളും ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. ഫർള് നിസ്കരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ നിസ്കരിക്കുന്നത്, വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കണം എന്നുള്ളതും, ഫർളിൻ്റെയും സുന്നത്തിൻ്റെ ഇടയിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇടണം. ഔറാദുകളും ദിക്റുകളൊക്കെ ചൊല്ലി കുറച്ച് ഗ്യാപ്പ് ഇടണം, അടുപ്പിച്ചടുപ്പിച്ച് നിസ്കരിക്കരുത് എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതങ്ങനെ വായിച്ചപ്പോൾ ശരിക്കും നമ്മുടെ അനുഭവത്തിൽ ആ സംഭവമുള്ള പോലെ നമുക്ക് അനുഭവപ്പെടും. ഇൻഷാ അല്ലാഹ് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നിസ്കാരത്തിന് ഓരോ നിസ്കാരത്തിൻ്റെയും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ച്, മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞ അളവ് എത്രയാണ്, കൂടിയ അളവ് എത്ര എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കഴിയുന്നത് മാത്രം, നമ്മളുടെ അമലുകളിൽ നിന്ന് നമുക്ക് പറ്റുന്നത് മാത്രം സ്വീകരിക്കാം, അത് സ്ഥിരമായി കൊണ്ടെടുക്കുക, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നിസ്കാരം ഇങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ സ്പീഡിൽ അതിൻ്റേതായ റുക്കനുകളൊന്നും പരിഗണിക്കാതെ സ്പീഡ് നിസ്കരിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും, അത് അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്.
ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഅത്ലഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. അലാമാ യുറാദ് ബിഹി, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വബിൽ വുജൂദി കുല്ലിഹി, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ സൃഷ്ടി മുഴുവൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്. വഅലാമാ യുഖവ്വിനുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉണ്ടാക്കപ്പെട്ട റസൂലുള്ളാഹിയുടെ പ്രകാശത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട ഈ പ്രപഞ്ചം കൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാണിച്ചു കൊടുത്തു. മിനൻ നഈമിൽ ജന്നതി വഅരിഹ, അതിൽപ്പെട്ടതാണ് സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളും. വഅന്നഹു ഇമാമുഹ, ആ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടുത്തെ ഇമാമ്. വഅസ്ലുഹ, അതിൻ്റെ അടിസ്ഥാനവും അടിത്തറയും അവിടുന്ന് തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകബീറുഹ, ആ സ്വർഗത്തിലെ ഏറ്റവും മഹത്വമുള്ള ഏറ്റവും വലിയ ആളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. വഹസ്ലത്ത് ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേടിയെടുത്തു മാരിഫത്തു നഫ്സിഹി, സ്വന്തം നഫ്സിൻ്റെ മാരിഫത്ത്, സ്വന്തത്തെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് മനസ്സിലാക്കി. ബി അജ്സാഇഹി, സ്വന്തം നഫ്സിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ. അൽ മഖ്ലൂഖി കുല്ലിഹി, എന്താണ് ആ ഭാഗങ്ങൾ, ഈ സൃഷ്ടി മൊത്തമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെ മനസ്സിലാക്കിയത് ഈ സ്വന്തത്തിൻ്റെ തന്നെ ഭാഗങ്ങളായ സൃഷ്ടി മൊത്തവും മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഫഅറഫ റബ്ബഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ അറിഞ്ഞു. മാരിഫത്തൻ, ഒരു മാരിഫത്ത് കൊണ്ട്, ഒരറിവ് കൊണ്ട്, ഒരു ദിവ്യജ്ഞാനം കൊണ്ട്. ലാ മതമഅ ഫീഹാ ലി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിക്കും ആ ഒരു കാര്യത്തെ കൊതിക്കാൻ പോലും പറ്റില്ല. ആ രൂപത്തിൽ റസൂലുള്ളാഹി അല്ലാഹുവിനെ അറിഞ്ഞു, പ്രത്യേകമായൊരറിവ്. വൈൻ അറഫ നഫ്സഹു, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈൻ അറഫ നഫ്സഹു, സ്വന്തം നഫ്സിനെ അറിഞ്ഞപ്പോൾ ലകസുറു നഫ്സു ഐരിഹി അലാ നഫ്സി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റുള്ളവരുടെ നഫ്സൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സിൽ അടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുപോലെ അറിയാനോ റസൂലുള്ളാഹി അതിൽ കൊതിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ കാരണം എന്താ? ഇനി ഒരാൾ അല്ലാഹുവിനെ അറിയുകയാണെങ്കിൽ തന്നെ ആ അറിവിലൂടെയും അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. കാരണം അവരും അവരുടെ അറിവും അവരുടെ യാത്രയും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരാൾക്കും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതിൻ്റെ പുറത്തറിയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് മത്സരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരും അവരറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അറിയുന്നത്. അവരും അവരുടെ അറിവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാരിഫത്ത് എല്ലാത്തിനെയും പൊതിയുന്നതാണ്. അതുകൊണ്ട് ആർക്കും അത് കൊതിക്കാൻ പോലും സാധിക്കില്ല. ഫൈദ ഫറഅത മിന തശഹുദ്, നിങ്ങൾ അത്തഹിയാത്ത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം വഹംദിഹി വറസൂലിഹി, ഹംദ് ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാമൊക്കെ ചൊല്ലി കഴിഞ്ഞ ശേഷം ഫഖും ബില്ലാ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. അള്ളാഹുവിനെ കൊണ്ട് എഴുന്നേറ്റ് നിൽക്കണം. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദർശനം പറഞ്ഞു, അള്ളാഹു നമ്മളെങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യണം. എഴുന്നേൽപ്പിക്കുക എപ്പോഴാണ്? നമ്മൾ ഒന്നാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞാലാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടി വരിക. അപ്പോൾ അത്തഹിയാത്ത് അള്ളാഹു നമ്മൾ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്യണം. ലി കമാലി ബഖയ്യത്തി സലാത്തിക്, അപ്പോൾ മറ്റ് നിസ്കാരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി. തശഹദു ആഹിറൻ കദാലിക്, അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ അവസാനത്തെ അത്തഹിയാത്തും നിങ്ങൾ ചൊല്ലണം. വസിദി ഫിഹ, ആ അവസാനത്തെ അത്തഹിയാത്ത് നിങ്ങൾ കൂട്ടണം. സ്വലാത്തു അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേലിലുള്ള സ്വലാത്തിന്. തംബീഹൻ മിൻക, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട്. അന്നഹു ഹുവ ദലീലു ലഹു ബദഅൻ വഖത്മൻ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിങ്ങളുടെ ദലീൽ, നിങ്ങളുടെ ഇമാമ്, നിങ്ങളുടെ മാർഗദർശി, തുടക്കത്തിലും അവസാനത്തിലൊക്കെ എന്ന് പറഞ്ഞു തരാൻ വേണ്ടി. നിങ്ങൾ തുടങ്ങുന്നതും റസൂലുള്ളാഹിയുടെ മാർഗദർശനത്തിനോടാണ്, അവസാനിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് തന്നെയാണ്. തുടക്കവും അവസാനമൊക്കെ റസൂലുള്ളാഹിയിൽ നിന്നാണ് തുടങ്ങുന്ന അവസാനിക്കുന്നതൊക്കെ പറയാൻ വേണ്ടി. വലം തുശരിയു ഫിൽ വസതി, എന്നാൽ പിന്നെ
ഒന്നാമത്തെ അത്തഹിയാത്തിൽ അത് ശരീഅത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് പ്രധാനമായും മാലിക്കി ഫിഖ്ഹിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ അത്തഹിയാത്തിൽ അത് നിങ്ങൾക്ക് ശരീഅത്താക്കപ്പെട്ടിട്ടില്ല. അദബൻ മഅ സൗലത്തി നൂറി ഹദ്റത്തി, അള്ളാഹുവിൻ്റെ ഹദ്റത്തിൻ്റെ ജലാലിയത്തിനോടുള്ള അദബ് കൊണ്ട് തുടക്കത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ വത്ലുബ് ഹവായിജ, നമ്മൾ ഒരു ദ്വാരക്കുന്നുണ്ടല്ലോ അത്തഹിയാത്തിൽ, അതുകൊണ്ട് വത്ലുബ് ഹവായിജ്, നിങ്ങളെ കാര്യങ്ങൾ തേടണം. വ ഹവായിജൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കാര്യങ്ങളും തേടണം. റബ്ബന നമ്മൾ പറയാം, നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇമാമ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിന് കൂട്ടുള്ള ആൾക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതേസമയം നമ്മളിലേക്ക് മാത്രം ചേർത്ത് ദ്വാരക്ക നമുക്ക് ഒറ്റക്കാണെങ്കിൽ പറ്റും. അതേസമയം ഇമാമാണെങ്കിൽ ഇമാമ ദ്വാരക്കേണ്ട അഫ്ളലായ രൂപം എല്ലാവരെയും ചേർത്തിക്കൊണ്ട് പറയലാണ്. ഉത്ലുബ് ഹവായിജക്ക വ ഹവായിജൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ തേട്ടങ്ങളൊക്കെ, മുഅ്മിനീങ്ങൾ ആവശ്യങ്ങളൊക്കെ ഇമാമ തേടണം. ഇൻകുൻതുമിനൽ അയിമ്മ, അദ്ദേഹം ഇമാമാണെങ്കിൽ. ഇമാമാവുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. ഏതൊരാളുടെയും നേതൃത്വത്തിലേക്ക് ഒരാൾ വന്നാൽ ആ നേതാവിന് മറ്റുള്ളവരൊക്കെ ബാധ്യത, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറയില്ല നേതാവിൻ്റെ ഉത്തരവാദിത്തം. നിസ്കാരത്തിൽ ഇമാമുക്കലൊക്കെ പ്രത്യേകിച്ചു നമ്മൾക്ക് ഇമാമുക്ക മത്സരിക്കുക ചിലപ്പോൾ, എന്തെന്നെ ഇമാമാക്കത്തെന്ന് നമ്മൾ ചിന്തിക്കുക. എന്തെന്നെ ഇമാമത്ത്, ഞാൻ കുറച്ച് കാര്യപ്പെട്ട ആളല്ലേ, ഇതെന്നെ ഇമാമാക്കത്ത്. ഇമാമിന് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ അള്ളാൻ്റെ കണ്ണിൽ, അള്ളാൻ്റെ നോട്ടത്തിൽ നോക്കുമ്പോൾ അവന് ഈ ആൾക്കാർ മുഴുവൻ കാര്യങ്ങളും അള്ളാഹിനോട് ചോദിക്കണം. അതിൽ വീഴ്ചകൾ വരുത്താൻ പറ്റൂല. മാമുമാണെങ്കിൽ ഒറ്റയ്ക്ക് മാത്രം നോക്കിയാൽ മതി, ഇമാമിന് എല്ലാവരെയും നോക്കണം. അപ്പം ഇൻകുൻതുമിൻ അയിമ്മ, നിങ്ങൾ ഇമാമാണെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം. ലിയാന്നഹുമാ നസബൂക്ക്, കാരണം നിങ്ങളെ അവർ അതിന് ചുമതലപ്പെടുത്തിയത്, അതായത് നിങ്ങളെ ഇമാമാക്കിയത്, ഇല്ല അന്നഹും അതഖദു അഫ്ദലിയ്യതകാലൈഹിം, അവരെക്കാൾ നിങ്ങളാണ് അഫ്ദൽ, നിങ്ങളാണ് മഹത്വമുള്ളതെന്ന് കരുതിയിട്ടാണ്. വെറുതെ നിങ്ങളും കൂടി ഇമാമാക്കിയല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ പോലെ നിസ്കരിക്കാനും പറ്റില്ല. നമ്മൾ ഇമാമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കൂടി, നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കുന്ന പോലെ ആവില്ല. അപ്പോൾ കാരണം നമ്മളൊരാൾ ഇമാമത്തെ നിർത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നമ്മളെ നേതാവാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ചാടിക്കറി ഇമാമാവണം, എന്തെന്നെ ഇമാമാക്കാത്തത്, ഒന്ന് ആരെങ്കിലും എന്നോട് ഇമാമാവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് 2 പെർഫോമൻസ് നടത്തായിരുന്നു, ഓത്തൊക്കെ ഒന്ന് ഉഷാറാക്കി ആൾക്കാരെ കേൾപ്പിക്കായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ നഫ്സിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണത്. അള്ളാഹുവിനെ നോക്കുമ്പോൾ അത് വലിയ ഉത്തരവാദിത്തമാണ്. ഇമാം ആവാൻ ആരും ഇഷ്ടപ്പെടില്ല, മടിക്കുകയുള്ളൂ. ആരെങ്കിലും വേറെ ആരെയും ഇമാം വന്നാൽ സന്തോഷം. കാരണം അവരെ ആളുകൾ നിർത്തുന്നത് അവരെ മറ്റുള്ളവരെക്കാൾ അഫ്ളലാന്ന് ഓര് വിചാരിച്ചിട്ടാണ്. വഅസിയത ഇൻദ റബ്ബിക്, അള്ളാഹിൻ്റെ അടുക്കൽ കൂടുതൽ ഇജ്ജത്ത് ആ മനുഷ്യനാണെന്ന് അവർ വിചാരിച്ചിട്ടാണ്. ഫഖദ്ദമൂക്ക് ലിഇസ്തിശ്ഫാഇ ബിക്, അതുകൊണ്ട് അവർ നിങ്ങളെ മുന്നിട്ട് നിർത്തിയത് അവർക്ക് വേണ്ടി നിങ്ങൾ ശഫാഅത്ത് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ നമ്മൾ ഇമാമത്ത് നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ നിസ്കാരത്തിൽ തന്നെ ഓർമ്മയില്ല, നമ്മൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ തന്നെ ഖുശൂ ഇല്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരും കൂടി ചോദിക്കുക? അപ്പോൾ ഇമാമത്ത് നിൽക്കുന്നവർ എത്ര ശ്രദ്ധിക്കണം. മിസാലഹു, ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ് എൻ്റെ ഉദാഹരണം? ഹദ്റത്തുൽ അസാക്കിറ സുൽത്താനിയത്തി, അത് സുൽത്താൻ്റെ കൊട്ടാരത്തിൽ, രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള സൈന്യം, അൽ മന്ദൂമത്തി അല യദി ഖായിദിർ റാഹ, അദ്ദേഹത്തിൻ്റെ സൈന്യം, രാജാവിൻ്റെ സൈന്യം ഒരുമിച്ച് കൂട്ടപ്പെട്ടത് ഒരു സൈന്യാധിപൻ്റെ കീഴിലായിട്ടാണ്. ഫൈന്നഹു യജിബു അലൽ ഖായിദ്, അതുകൊണ്ട് തന്നെ ആ സൈന്യാധിപന് നിർബന്ധമാണ് അയ്യോ അദ്ദിബുഹു ഹാരിജുസ്വല, നിസ്കാരത്തിൻ്റെ പുറത്ത് ആ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളെ അതിനെ അദബ് ചിട്ടപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ സൈന്യം ഉണ്ടാവുക ഒരു സൈന്യാധിപൻ്റെ കീഴിലായിട്ടാണ്. അപ്പോൾ സൈന്യാധിപൻ്റെ ഉത്തരവാദിത്തമാണ് അവൻ്റെ കീഴിലുള്ള ആ സൈന്യത്തിനെ മുഴുവൻ അദബ് പഠിപ്പിക്കുക എന്നുള്ളത്. എവിടെ അദബ് പഠിപ്പിക്കേണ്ടത്? നിസ്കരിക്കേണ്ട സമയത്തല്ല, നിസ്കാരത്തിന് മുമ്പ് നിസ്കാരത്തിൻ്റെ അദബ് പഠിപ്പിക്കുക എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. ബിയാദാബിൽ ഹദ്റത്തി,
ആ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ ആദാബുകൾ പറഞ്ഞു കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ്. ലിയതഅഹബു ലി ഹദ്റത്ത് സുൽത്താനി, അങ്ങനെ അവർക്ക് അദബ് പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവർ ആ ഒരു രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നന്നായിട്ട് തയ്യാറെടുപ്പോട് കൂടിയാണ് നിൽക്കുക. ഫൈദ തലബഹും സുൽത്താൻ, അപ്പോൾ രാജാവ് അവരെ വിളിപ്പിച്ചാൽ, സൈന്യത്തിന് വിളിപ്പിച്ചാൽ, തഖദ്ദമൽ ഖായിദു അലൈഹിം, ഈ സൈന്യം മൊത്തമല്ല പോവുക, സൈന്യം ഒരു സൈന്യാധിപനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പോവുക. അപ്പോൾ സൈന്യാധിപനെ അവർ മുന്നിൽ നിർത്തിയിട്ട് അവർ രാജാവിൻ്റെ അടുത്തേക്ക് പോകും. ബി ഇമ്രത്തി സുൽത്താനിയത്തി, രാജാവിൻ്റെ കൽപ്പന മാനിച്ചുകൊണ്ട് ഈ സൈന്യാധിപനെ മുന്നിൽ വെച്ചുകൊണ്ട് സൈന്യം മുന്നോട്ട് പോകും. വയതഅദ്ദബു ബൈന യദൈ സുൽത്താനി, ആ സൈന്യാധിപൻ രാജാവിൻ്റെ മുമ്പിൽ അദബ് പാലിച്ചുകൊണ്ട് നിൽക്കും. യുസാരിഹു, അങ്ങനെ ആ രാജാവിനോട് സൈന്യാധിപൻ രഹസ്യത്തിൽ സംസാരിക്കും. ബിമുഖ്തള ഖനാനീഷിഹി, ഈ രാജാവ് അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഒരു റെക്കോർഡുണ്ടാവും. ആ റെക്കോർഡിൽ എഴുതി വെച്ച സൈന്യത്തിൻ്റെ വിഷയങ്ങളോ അവരുടെ വിഷയങ്ങളൊക്കെ എഴുതിയ കാര്യങ്ങളുണ്ടാവും. അത് വെച്ച് അവരോട് സംസാരിക്കും. ഹിതാബി, അതുപോലെ രാജാവിനോട് സംസാരിക്കേണ്ട സംസാരങ്ങൾ അവിടെ നടത്തും. ബി ലവാസിമി അസ്കരീയത്തി, അവിടെ സൈന്യത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. അൽ മുഹയ്യഅത്തിൽ ഹർബ്, ഈ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന വിഷയങ്ങളും അവിടെ സംസാരിക്കപ്പെടും. ഇവിടെ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു നിസ്കാരത്തിലാണ് യുദ്ധം. ആരോടാണ് നമ്മൾ യുദ്ധം? ശൈത്താനോടും നഫ്സിനോടൊക്കെ ഉള്ള യുദ്ധമാണ്. അപ്പോൾ ആ യുദ്ധത്തിന് വേണ്ട കാര്യങ്ങളും പറയും. ഫയത്തലക്കാ അസ്റാറൻ, അങ്ങനെ സൈനാധിപന് രാജാവിൻ്റെ അടുത്ത് നിന്ന് കുറേ രഹസ്യങ്ങൾ കിട്ടും. മിൻഹു യഅലമു മിന സുൽത്താൻ, രാജാവിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മാലായ അലമു ജുന്ദുഹു, അത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് മനസ്സിലാവില്ല. ഇതേപോലെയാണ് ഒരു ഇമാം. ആ ഇമാം എന്ത് ചെയ്യണം? ഇമാം നിൽക്കുന്ന ആൾ ആരെയാണോ ഓന് ഇമാമത്ത് നിൽക്കുന്നത്, ആർക്കാണോ ഇമാമത്ത് നിൽക്കുന്നത്, അവരാ രാജാവിൻ്റെ സന്നിധിയിലേക്ക് തയ്യാറാക്കാൻ വേണ്ട കാര്യങ്ങൾ അവൻ ആദ്യമേ ചെയ്യണം. നിസ്കരിക്കുന്നതിന് മുമ്പ്, വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയും അവരെ പിന്നിലാക്കി നിർത്തുകയും വേണം. എന്നിട്ട് അവൻ്റെ കൂട്ടത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അവൻ രാജാവിന് മുമ്പ് പറയണം. എന്നിട്ട് രാജാവിൻ്റെ അടുത്തുനിന്ന് അവർക്ക് വേണ്ട രഹസ്യമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. ഇതൊക്കെ ആ ഒരു സൈന്യാധിപൻ്റെ ഉത്തരവാദിത്തമായെന്നതുപോലെ അത് ആ ഒരു ഇമാമിൻ്റെ ഉത്തരവാദിത്തമാണ്. വൽ അസാക്കിറു മിൻ വറായിഹി, ഈ സൈന്യാധിപൻ്റെ പിന്നിൽ നിൽക്കുന്ന സൈന്യമുണ്ടല്ലോ, മുതഅദ്ദിബതൻ ബിമാ അദ്ദബഹുൽ ഖായിദ്, അവരുടെ ഇമാം, അവരുടെ സൈന്യാധിപൻ അവരെ എങ്ങനെയാണോ അദബ് പഠിപ്പിച്ചത് അതുപോലെ അദബിലായി അവർ നിൽക്കും. ഹാരിജ ഹദ്റത്തി, ആ ഹദ്റത്തിൻ്റെ പുറത്ത്, അതായത് ആ രാജാവിൻ്റെ ഹദ്റത്തിലേക്ക് സൈന്യാധിപനാണ് പ്രവേശിക്കാൻ പറ്റുക, മറ്റുള്ളവർ പുറത്ത് നിൽക്കുക ചെയ്യുക. അതുപോലെ രാജാവിൻ്റെ ഹദ്റത്തിൻ്റെ പുറത്ത് നിന്നിട്ട് അവരെന്താണോ അദബ് പഠിപ്പിക്കപ്പെട്ടത് അതുപോലെ അവർ ചെയ്യും. യതഹറഖൂന ബിഹറക്കതിഹി വയതകല്ലമൂന ബിഇശാറതുഹു, അങ്ങനെ ആ സൈന്യാധിപൻ ചലിക്കാൻ പറയുന്നതിനനുസരിച്ച് അവരും ചലിക്കും, സംസാരിക്കാൻ പറയുന്നതിനനുസരിച്ച് അവർ സംസാരിക്കുകയും ചെയ്യും. നിസ്കാരത്തിൽ പോലെ നിസ്കാരത്തിൽ ഇമാം റുക്കൂ പോകുമ്പോൾ ഇവരും റുക്കൂ പോകും, സുജൂദ് പോകുമ്പോൾ സുജൂദ് പോകും. അങ്ങനെ എങ്ങനെയാണോ ഈ ഇമാം പ്രവർത്തിക്കുന്നത് അതുപോലെ ഇവരും പ്രവർത്തിക്കും. വഅലൈഹിം തക്ലീഫ ഖായിദിഹിം, കാരണം ഈ സൈന്യത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും അവർ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത് ആ സൈന്യാധിപന് മുകളിലാണ്. അതുപോലെ തന്നെ മാമൂമിങ്ങളെ എല്ലാ കാര്യങ്ങളും അവർ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത് ഇമാമിനാണ്. ഹിദ്മത്തൻ ലി സുൽത്താൻ, അവരുടെ സുൽത്താനിന് വേണ്ടി സുൽത്താനുള്ള ഹിദ്മത്ത് മുഴുവൻ അവർ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത് സൈന്യാധിപനാണ്. ഫയത്തുലുബുലഹും, അങ്ങനെ
ആ സൈനാധിപൻ ചോദിക്കണം, യതുബുലഹും ജമീഅ മആരിബിഹിം വ മസാലിഹിഹിം, അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും, അവരെ ശരിപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കണം. അപ്പോൾ ഈ ഇമാമും അതുപോലെ തന്നെ തൻ്റെ മാമൂമിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, അവരെ ശരിപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് ചോദിച്ച് അവർക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കണം. വലാ യുഫ്രിദി നഫ്സഹു ബിത്തൊലബ്, അതുകൊണ്ട് തന്നെ ഇമാമിന് സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ പറ്റില്ല. വലാ യുഫ്രിദി നഫ്സഹു ബിത്തൊലബ്, സ്വന്തം കാര്യങ്ങളിൽ മാത്രം ആ ഇമാമിന് ഒതുങ്ങാൻ പറ്റില്ല. അവന് അനുവദനീയമല്ല. ഫഇന്നഹു സൂഉൽ അദബ്, കാരണം അങ്ങനെ ചെയ്താൽ അവൻ അദബുകേടാണ് പ്രവർത്തിക്കുന്നത്. ഫൈനിസ്തഖ്സറ അലാ നഫ്സിഹി, അവൻ സ്വന്തം കാര്യത്തിൽ മാത്രം നിസ്കാരത്തിൽ മൊയ്കിയാൽ, അതിലേക്ക് അവൻ ചുരുക്കിയാൽ, ഖാനല്ലാഹ്, അവൻ അള്ളാഹുവിനെ വഞ്ചിച്ചിരിക്കുന്നു. റസൂലുഹുല്ലദീ തറക്ക സുന്നത്തഹു, അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചിച്ചിരിക്കുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സുന്നത്തിനെ അവൻ പിന്തുടർന്നിട്ടില്ല. വഹാനുൽ മുസല്ലീൻ, അതുപോലെ തന്നെ അവൻ്റെ പിന്നിൽ നിസ്കരിക്കുന്ന നിസ്കാരക്കാരെ അവൻ വഞ്ചിച്ചിരിക്കുന്നു. ഒരാൾ ഇമാമത്ത് നിന്നിട്ട് അവൻ്റെ കാര്യം, നല്ലൊരു ഇമാമാണെങ്കിൽ നമ്മളെ പറയട്ടെ, നമ്മളൊരു ഇമാമാണെങ്കിൽ മാക്സിമം നമ്മളെ കാര്യത്തിൽ നല്ല ഉഷാറായി നിൽക്കുക എന്നുള്ളതല്ലേ. അതുപോലെ ഇമാമിന് അദബുകേടാണ്. കാരണം അവൻ്റെയും അവൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ മുഴുവൻ കാര്യങ്ങളും അവൻ ഏറ്റെടുത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം. അവനെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന അദബുകേടാണ്. അവൻ അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അതുപോലെ അവൻ്റെ പിന്നിൽ നിസ്കരിക്കുന്ന നിസ്കാരക്കാരോടൊക്കെ വഞ്ചന നടത്തിയിരിക്കുന്നു. വഹത്തറുൽ അയിമ്മ, ഇമാമിൻ്റെ സ്ഥാനം അലാ ഹത്രൽ ഉമറ, ഒരു നേതാവിൻ്റെ, ഒരു അമീറിൻ്റെ, ഒരു രാജാവിൻ്റെ സ്ഥാനം പോലെയാണ്. ഫൈൻ സലഹ അമീർ, ആ ഒരു രാജാവ് നന്നായാൽ, അല്ലെങ്കിൽ അമീർ നന്നായാൽ, ആ നേതാവ് നന്നായാൽ, സലഹ ജമീ ഉൽ ജുന്ദ്, ആ നേതാവിൻ്റെ കീഴിലുള്ള മുഴുവൻ സൈന്യവും നന്നാവും. ഫൈൻ ഫസദ, ആ നേതാവ് മോശമായാലോ, ലാ യന്ദുറുൽ ജുന്ദ് ഇല്ലാ അലാ വജഹി അദലിൽ അമീരി അലൈഹിം, ആ സൈന്യത്തിൻ്റെ വിഷയത്തിൽ ആദ്യം ശ്രദ്ധിക്കുക ആ രാജാവിനെ മാറ്റുക എന്നുള്ളതാണ്. വേറെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജാവ് സൈന്യത്തിനൊരു സൈന്യാധിപന്മാരെയും അമീറന്മാരെയും നിശ്ചയിക്കും. ആ അമീർ നന്നായാൽ സൈന്യം ഓട്ടോമാറ്റിക്കലി നന്നാവും. അമീർ മോശമായാൽ സൈന്യത്തിനെ ശരിപ്പെടുത്താനല്ല നോക്കുക, ആദ്യം ശ്രദ്ധിക്കുക ആ അമീറിനെ അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ടോ ലി തൗലിയഹു അൻ മൻ സുലഹൽ അസാക്കിർ, എന്നിട്ട് അവർക്ക് യോജിച്ച നല്ലൊരു അമീറിനെ വെച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും രാജാവിൻ്റെ ഫസ്റ്റ് പണി. വശിറു ഫി ജുന്തി വഹും സവാദുൽ ആദം മഹല്ലുൻ നദറി സുൽത്താൻ, യഥാർത്ഥത്തിൽ സുൽത്താൻ നോക്കുന്നത്, രാജാവ് നോക്കുന്നത് അവൻ്റെ സൈന്യത്തിലേക്ക് തന്നെയാണ്. പക്ഷെ ആ സൈന്യം കുറേ ഉണ്ട്, ഓരോരുത്തരെയും ഇങ്ങനെ നോക്കുക എന്നുള്ളത് രാജാവിന് പോസിബിളല്ല. രാജാവ് നോക്കുന്നത് സൈന്യത്തിലേക്കാണെങ്കിലും ഓരോരുത്തരിലേക്ക് നോക്കുക എന്നുള്ളത് രാജാവിന് പോസിബിളല്ല. വാമൽ അമീറു വഹുവ ഹാദിമുലഹു, എന്നാൽ അമീർ എന്ന് പറയുന്നത് ആ സൈന്യത്തിൻ്റെ ഹാദിമാണ്. ഫഇൻ സുലഹ, ആ അമീർ നന്നായാൽ ആ സൈന്യവും നന്നാവും. വൈല്ല ഉസില, അമീർ മോശമായാൽ രാജാവ് എന്താ ചെയ്യുക, അമീറിൻ്റെ അടുത്ത് മാറ്റുക എന്നുള്ള. വൽ ഉമറാ സാലിഹൂന ബികസ്റ, കാരണം നല്ല സാലിഹീങ്ങളായ ഉമറാക്കൾ ഒരുപാട് പേരുണ്ട്. ഫഫാം, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ നിസ്കാരത്തിൻ്റെ ഇമാമിൻ്റെ കർത്തവ്യം. ഇത് തന്നെയാണ് ഒരു ജമാഅത്തിലെ മുഖദ്ദമിൻ്റെ കർത്തവ്യം. ഒക്കെ ഇതുപോലെയാണ്. അവരെ ആ ഒരു കൂട്ടത്തിന് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഷെയ്ഖ് നിശ്ചയിച്ചതാണ്. അപ്പോൾ അവർ ആ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിലവർ വീഴ്ചകൾ വരുത്തുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായി അവരെ മാറ്റുന്ന പ്രക്രിയയിലേക്ക്, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും മാറ്റുന്ന പ്രക്രിയയിലേക്ക് ഷെയ്ഖ് പോകും. ഫക്കുൽ ജഹറൻ, ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ ദുആനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതെന്താ, അത് കഴിഞ്ഞാൽ സലാം കിട്ടുക എന്നുള്ളതാണ്. ഫക്കുൽ ജഹറൻ അസ്സലാമു അലൈക്കും, നിങ്ങൾ ഉറക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ബനിയത്തി ഖുറൂജ് മിനസ്സലാ, നിസ്കാരത്തിൽ നിന്ന് പുറത്തു. രണ്ട് സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ സാന്നിധ്യവും സലാമിൻ്റെ സാന്നിധ്യവും.
നിസ്കാരത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് അല്ലാത്ത ചിന്തകളെല്ലാം ഒഴിവാവണം. നിസ്കാരത്തിന് പുറത്തുള്ള സാന്നിധ്യത്തിൽ നമുക്ക് മറ്റുള്ള ചിന്തകളൊക്കെ അനുവദനീയമാണ്. അതിലൂടെ അള്ളാഹിനെ കണ്ടാൽ മതി. ഇവിടെ അള്ളാഹുവിന് മാത്രമായി നിലകൊള്ളുകയുമാണ്. അപ്പോൾ ഈ സലാമിൻ്റെ ഹദറത്ത് നിസ്കാരത്തിൻ്റെ ഹദറത്തിൽ നിന്ന് സലാമിൻ്റെ ഹദറത്തിലേക്ക്, സൃഷ്ടിയുടെ ഹദറത്തിലേക്ക് മടങ്ങുകയാണ്. ഫനായിൽ നിന്ന് ബക്കായിലേക്ക് മടങ്ങുന്നത് പോലെയാണ് അസ്സലാമു അലൈക്കും. അപ്പോൾ അത് ഉറക്കെ പറയണം. ബിനിയത്തി ഖുറൂജ് മിനസ്സലാ, സലാത്തിൻ്റെ ഹദറത്തിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ബിനിയത്തി സലാമി അലൽ മുഅ്മിനീൻ, നമ്മൾ സലാം പറയേണ്ടത് ഒന്ന് നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ള നിയ്യത്തോടു കൂടി. രണ്ടാമത്തെ ബിനിയത്തി സലാമു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സലാം പറയാന്നുള്ള ഉദ്ദേശത്തോടു കൂടി. നമ്മളെ പിന്നിൽ കുറേ മുഅ്മിനീങ്ങളല്ലേ, സൈഡിൽ കുറേ മുഅ്മിനീങ്ങളില്ലേ, അവർക്ക് സലാം പറയാന്നുള്ള രൂപത്തിൽ. ബിനിയത്തി സലാമി അലൽ മലായിക്ക, അതുപോലെ തന്നെ മലക്കുകൾക്ക് സലാം പറയാന്നുള്ള നിയ്യത്തിൽ. ഹാഫീന ബിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് ചുറ്റും ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ള ഒരുപാട് മലക്കുകളുണ്ടാവും, അവർക്ക് സലാം പറയാന്നുള്ള ഉദ്ദേശത്തിൽ. ബിലഫ്ലിൻ വാഹിദ്, ഒറ്റ ലഫ്ദൽ. ഇതൊക്കെ കുറേ സലാമുകളല്ല. അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉദ്ദേശം വരണം. നമ്മൾ നിസ്കാരത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് സലാമിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ഫനായിൽ നിന്ന് ബക്കായിലേക്ക് മടങ്ങുകയാണ് എന്നുള്ള ഉദ്ദേശം ഉണ്ടാവണം. മുഅ്മിനീങ്ങളോട് സലാം പറയാന്നുള്ള ഉദ്ദേശം ഉണ്ടാവണം. തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മലായിക്കത്തുകളോട് സലാം പറയാന്നുള്ള ഉദ്ദേശം ഉണ്ടാവണം. അനാഹു, ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? നമുക്കത് വെക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? അനാഹുക്കും ഫില്ല, ഞാൻ അള്ളാഹുവിലായിട്ടുള്ള നിങ്ങളുടെ സഹോദരനാണ്. ഒഹിബുക്കും, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. വാംഫാക്കും, ഞാൻ നിങ്ങളുടെ സഹായം തേടുന്നു. വലാ അതുറുക്കും, എൻ്റെ ഭാഗത്തു നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല. വലാ ഹൗഫ മിന്നീലക്കും, അതുകൊണ്ട് തന്നെ എൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്നെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം. മുഅ്മിനീങ്ങളോട് പറയുമ്പോൾ വഹാദിഹി ഹദറത്തു സലാം, ഈ സലാമിൻ്റെ ഹദറത്തിൽ മുബാഹിൻ ഫീഹ ലവാസിമൽ ബഷരിയ, അവിടെ നമുക്ക് ഭൗതികമായ മാനസികമായ പ്രകൃതത്തിൻ്റെ കാര്യങ്ങൾ അനുവദനീയമാണ്. അതായത് അത് നമ്മൾ ബക്കാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നത് പോലെയാണ്. ഫനാവിൻ്റെ സാന്നിധ്യത്തിൽ മാനസികമായ സൃഷ്ടിൻ്റെ കാര്യങ്ങളൊന്നും അനുവദനീയമല്ല. എന്നാൽ ബക്കാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സൃഷ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അനുവദനീയമാവും. അപ്പോൾ സൃഷ്ടിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നത് പോലെയാണ്. ശുരിഅ അസ്സലാമു ജഹ്റൻ, സലാം ഉറക്കെ പറയാനാണ് ശരീഅത്ത് പറഞ്ഞിട്ട്. ഇതൊക്കെ പുരുഷന്മാർക്കാണ്, സ്ത്രീകൾ ഒച്ച ഉണ്ടാക്കണമെന്നില്ല. ഉറക്കെ പറയലാണ് ശരീഅത്ത് കൽപ്പിക്കപ്പെട്ടത്. ലിഹുറൂജിഹി മിൻ ഹദ്റത്തിൽ ഹംസി വസ്സംത്, അതെന്തിനാണ് ഉറക്കെ സലാം പറയുന്നത്? അസ്സലാമു അലൈക്കും എന്ന് ഉറക്കെന്തിനാണ് പറയുന്നത്? അതുവരെ നമ്മൾ സംത്തിൻ്റെ, മൗനത്തിൻ്റെ, അതുപോലെ രഹസ്യ സംഭാഷണത്തിൻ്റെ ഹദ്റത്തിലായിരുന്നു. ആ രഹസ്യ സംഭാഷണത്തിൻ്റെയും മൗനത്തിൻ്റെയും ഹദ്റത്തിൽ നിന്ന് നമ്മൾ പരസ്യ സംസാരത്തിൻ്റെ ഹദ്റത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത് പോലെയാണ് അസ്സലാമു അലൈക്കും എന്നുറക്കെ പറയുന്നത്. ഫൈൻ കാന ഫദ്ദൻ, ഇനി നിങ്ങൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫകദാലിക സല്ലിം സലാമൻ വാഹിദൻ, നിങ്ങൾ അതുപോലെ തന്നെ ഒരു സലാം ചൊല്ലണം. മുതയമ്മിനൻ ഇന്ദ നുത്ഖി കാഫ്, നിങ്ങൾ അസ്സലാമു അലൈക്കും, നമ്മളിങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് തിരിയലങ്ങനെ മൊത്തം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലത്തോട്ട് തിരിയല, അങ്ങനെയല്ല. ശരീഅത്ത് കൽപ്പിച്ചത് അസ്സലാമു അലൈക്കും എന്ന കാഫ് ഉണ്ടല്ലോ, കാഫ് പറഞ്ഞ സമയത്താണ് നമ്മൾ വലത്തോട്ട് തിരിയേണ്ടത്. അതുവരെ നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് വലത്തോട്ട് തിരിയണം. അപ്പോൾ കാഫ് പറഞ്ഞിട്ടാണ് നമ്മൾ വലത്തോട്ട് തിരിയേണ്ടത്, അങ്ങനെ തിരിയണം. ബിനിയത്തി ഖുറൂജ് മിനസ്സലാ, അവിടെയും നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ഹദറത്തിൽ നിന്ന് നമ്മൾ പിരിയുന്നു എന്നുള്ള നിയ്യത്താണ്. ബിനിയത്തി സലാമു അലൽ മലായിക്കത്തി അസ്സാകിനീന ഫീക്ക്, നിങ്ങളെ കൂടെയുള്ള മലക്കുകൾക്ക് സലാം പറയണം. മറ്റൊരു നിയ്യത്ത് വഹാഫിലീനൊക്കെ, നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ കൂടെയുള്ള മലക്കുകളോടാണ് അതിൻ്റെ സലാം, അതും നിങ്ങൾ ഉദ്ദേശിക്കണം. വൈൻ കാന മാമൂമൻ, ഈ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്. ഇവരൊറ്റക്ക് നിസ്കരിക്കുന്നവരല്ല, ഇമാമുമല്ല, അവർ മാമൂമിങ്ങളാണ്. വൈൻ കാനത്ത് മാമൂമൻ, നിങ്ങൾ മാമൂമാണെങ്കിൽ സല്ലം അലാ യമീനിക്, നിങ്ങൾ വലത്തോട്ട് സലാം പറയണം. ബിനിയത്തുൽ ഖുറൂജ്, അത് നിസ്കാരത്തിൽ നിന്ന്
പിരിയാണെന്നുള്ള നിയ്യത്തോടു കൂടി. മഅ സലാമി അലാ മൻ കാന യമീനിക്, അതോടൊപ്പം വലത്തെ ഭാഗത്തുള്ള ആളുകൾക്കുള്ള സലാം. മിനൽ ആദമീ വൽ മലായിക്ക, ആ മലക്കുകൾക്ക് മാത്രമല്ല, മലക്കുകൾക്കും അതുപോലെ തന്നെ മനുഷ്യന്മാർക്കും ഒക്കെ ആയിട്ടുള്ള വലത്തെ ഭാഗത്തുള്ള ആളുകളുണ്ടല്ലോ, അവരോടൊക്കെയുള്ള സലാം. സുമ്മസ്തഹ്ദിർ റദ്ദുസ്സലാമു അലാ ഇമാമിക്, അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പം ഒന്നാമത്തെ സലാം വീട്ടി കഴിഞ്ഞാൽ നേരത്തെ ഇമാമു സലാം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇമാമു മുമ്പിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്, അത് ഈ മടക്കുക എന്നുള്ള നിയ്യത്തും നിങ്ങൾ വെക്കണം ഇതിൻ്റെ പോലെ. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ മറ്റേത് ഇമാമിൻ്റെ സലാമ് മടക്കുക എന്നുള്ളതും കൂടി ഉദ്ദേശം വെക്കണം. അപ്പോൾ തക്കൂലു സിറൻ, പക്ഷേ ഇത് നിങ്ങൾ രഹസ്യമായിട്ടാണ് പറയേണ്ടത്. മീൻ ഐരി ഇഷാറത്ത് അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് വേറെ പറയരുത്. അസ്സലാമു അലൈക്കും എന്ന് വലത്തോട്ട് തിരിഞ്ഞ് വലത്തേക്കുള്ള മലക്കുകൾ, മനുഷ്യന്മാർ, അവരൊക്കെ സലാം പറയാമെന്നുള്ള ഉദ്ദേശം ഉണ്ടാവണം, നിസ്കാരത്തിന് പിരിയാന്നുള്ള ഉദ്ദേശം ഉണ്ടാവണം. പിന്നെ മനസ്സിൽ രഹസ്യമായി നമ്മൾ ഇമാമു സലാം പറഞ്ഞതിനും മടക്കിക്കൊണ്ട് അസ്സലാമു അലൈക്കും എന്നും കരുതണം. കാരണം ഇമാമിൻ്റെ സലാമിന് മറുപടി ആയിക്കൊണ്ട്, പക്ഷെ അത് ചൊല്ലരുത്. സുമ്മ തളർ സലാം അലാ മൻ കാന ബിയസാരിക്, പിന്നെ നിങ്ങൾ ഇടത്തെ ഭാഗത്തേക്ക് സലാം വീട്ടണം. നിങ്ങളെ ഇടത്തെ ഭാഗത്ത് ആളുകൾക്ക് ഇൻഫിഹാഹദിന് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ ഇടത്തെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സലാമുള്ള ഉദ്ദേശത്തിൽ സലാം വീട്ടണം. ഫദാലിക്ക സലാസു അൽഫാത്തിന്, അതുകൊണ്ട് തന്നെ ഇവിടെ 3 സലാമുണ്ട്. ഒന്ന് വലത്തോട്ടുള്ളത്, ഒന്ന് ഇമാമിനുള്ള മറുപടി, 3 ഇടത്തോട്ടുള്ളത്. പക്ഷെ ഇമാമിനുള്ള മറുപടി നമ്മൾ ചൊല്ലേണ്ടതല്ല, മനസ്സിൽ കരുതേണ്ടത് മാത്രമാണ്. വദാലിക്ക സലാസത്തു അൽഫാദിന്, ഇവിടെ 3 സലാമിൻ്റെ അൽഫാദുകൾ ഉണ്ട്. അത് ഒന്നാമത്തെ അവ്വലു ഫറദുൻ, ഒന്നാമത്തെ ഫറദാണ്. വസാനി വസാലിസ് സുന്നത്തുൻ, 2ഉം 3ഉം സുന്നത്താണ്. ഇമാമിന് സലാം വീട്ടുക എന്നുള്ള ഉദ്ദേശം വെച്ച് ചൊല്ലുന്നതും രഹസ്യമായി മനസ്സിൽ ചൊല്ലുന്നതും പിന്നെ ഇടത്തെ ഭാഗത്തേക്ക് സലാം വീട്ടുന്നതും അതും സുന്നത്താണ്. പിന്നെ സുമ്മത്തബിയോ ഹദ്റത്തു സ്വലാത്തി, അപ്പോൾ നിസ്കാരത്തിൻ്റെ ഹദ്റത്തിൽ നിന്ന് പിന്നെ അതിനോട് നിങ്ങൾ പിന്തുടർന്ന് ചെയ്യണം. ബിദ്ദജ്ർ, ദിക്റുകൾ. വഹുവ ദിക്റു ബാദ ഫറാ ഇ ദിക്ർ, അത് പിന്നെ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന ദിക്റുകളാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റൊക്കെ ചൊല്ലണം. മുഫർരിക്കൻ വ മജ്മൂഅൻ സലാസൻ വ സലാസീൻ, അത് ഒരുമിച്ചും ചൊല്ല, ഒറ്റക്കും ചൊല്ല, 33 പ്രാവശ്യം. സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളുടെ ഓരോ നിസ്കാരത്തിന് ശേഷമുള്ള ഔറാദുകൾ ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ട ഹാഫിദ് തിജാനി റളിയല്ലാഹു തങ്ങൾ ക്രോഡീകരിച്ച അഹ്സാബുൽ ഔറാദിൽ കാണാം. അതിൽ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാനവകൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാറുണ്ടായിരുന്നു 33 പ്രാവശ്യം. അത് സുബ്ഹാനല്ലാഹ് 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 33 ചൊല്ല, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് 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 അങ്ങനെ 33 ചൊല്ല, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം അങ്ങനെ ഒരുമിച്ച് ചെല്ലാം. വഖ്തിം, പിന്നെ അതിൻ്റെ അവസാനത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരു പ്രാവശ്യം ചൊല്ലാം. ഫൈന്നഹു മഅമൂറുൻ ബിഹി, കാരണം ഇത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വറദ തക്ഫീറു ദുനൂബ്, അത് എല്ലാ തെറ്റുകളും പൊറുപ്പിക്കുന്നതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മാ തഖദ്ദമ മാ തഅഖറ, മുൻപ് ചെയ്തതും പിന്നെ ചെയ്യാൻ പോകുന്നതൊക്കെ ആയിട്ടുള്ള എല്ലാ തെറ്റുകളും അത് പൊറുപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഫൈദാ ഉഫിറത്തു ദുനൂബ്, അപ്പോൾ തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഫൈദാ ഉഫിറത്തു ദുനൂബ്, തെറ്റുകൾ പൊറുപ്പിക്കപ്പെട്ട ജാല ലലാമുഹ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇരുട്ട് നീങ്ങിപ്പോവും. അലാ കൽബിക്ക്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്. വഹുവ റാൻ, ആ ഇരുട്ട് എന്ന് പറയുന്നത് ഒരു തുരുമ്പാണ്. ഫതുർസം ഹഖായിക്കൽ മഅരിഫത്തി ഫി ജൗഹറത്തിക്, എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാരിഫത്തിൻ്റെ എഴുത്തുകൾ എഴുതപ്പെടും. അപ്പോൾ നമുക്ക് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തെറ്റുകൾ ഒരു തുരുമ്പ് പോലെയാണ്, അവിടെ എഴുതാൻ പറ്റൂല. അപ്പോൾ നമ്മളിത് ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദിക്ർ എന്നല്ല ഏതും തെറ്റ് പൊറുപ്പിക്കുന്ന അമലുകൾ നമ്മൾ ചെയ്താൽ നമ്മൾ ആ തുരുമ്പൊക്കെ മായ്ച്ച് റെഡിയാക്കുന്നത് പോലെയാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതാൻ പറ്റും, മാരിഫത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ മുകളിൽ എഴുതാൻ പറ്റും.
ശേഷം സുമ്മ അത്ബിഉഹു ബി ആയത്തുൽ കുർസി, അതിന് ശേഷം ആയത്തുൽ കുർസി ഓതണം. ഫഇന്നഹു യുഖർരിബു മിൻ ഹദ്റത്തി മൗലാക്ക്, കാരണം അത് അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതാണ്. ഫഇൻ അറദ്ത മാ വറദ മിൻ ഇസ്തിഗ്ഫാരി ഫദ്കുർ, പിന്നെ ഇസ്തിഗ്ഫാറിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചൊല്ലുകയും ചെയ്യാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന അഭിശാർത്ഥങ്ങളൊക്കെ നിർദ്ദേശിച്ച കാര്യങ്ങളാണ് നമ്മൾ ഫാത്തിഹയും ആയത്തുൽ കുർസിയും ആമൻ റസൂലും ഇതൊക്കെ പോലത്തെ ഓതുന്നത്. അതും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടാണ്. അതുപോലെ വേറെയും ഔറാദുകൾ നിസ്കാരത്തിന് ശേഷമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതുങ്ങൾ ചെല്ലാം. ഇത് പ്രത്യേകം മഹാനവകൾ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. സുമ്മ റവാത്തിബു ഷൈഖിക അലാ സ്വലാത്ത്, സുമ്മ റവാത്തിബു ഷൈഖിക അലാ സ്വലാത്ത്, പിന്നെ മഹാനവകളുടെ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ഔറാദുകൾ, നിസ്കാരത്തിന് ശേഷമുള്ള ഔറാദുകൾ നിങ്ങൾക്ക് ചൊല്ലാം. ഇൻ കുന്ത ഫാരിഅൻ, നിങ്ങൾക്കതിന് സമയമുണ്ടെങ്കിൽ, മാദൂനുല്ലക ഫിഹ, നിങ്ങൾക്കതിന് സമ്മതം ഉണ്ടെങ്കിൽ. സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ ഔറാദുകൾ വ്യത്യസ്തമാണ് നിസ്കാരത്തിന് ശേഷം. അപ്പോൾ അതിൽ ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ ചൊല്ലാം. അതെന്താണെന്ന് താഴെ പറയുന്നുണ്ട്. ബഹുവ ഫാത്തിഹത്തുൽ കിതാബ് അർബാൻ, അത് ഫാത്തിഹ 4 പ്രാവശ്യം ഓതലാണ്. ബിനിയത്ത് ഇസ്തിഗ്റാഖ് ശുക്രി അലാ അൻ വഫഖക ലി ഇത്മാമിഹ, അതായത് ഫാത്തിഹ പിന്നെ ഈ നിസ്കാരം പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയതിന് 4 പ്രാവശ്യം ഫാത്തിഹ ശുക്രിന് വേണ്ടി ഓതൽ അഹമ്മദ് ജാൻ തങ്ങളുടെ ഔറാദ് പെട്ടതാണ്. സുമ്മ ആയത്തുൽ കുർസി ഓതും 1 പ്രാവശ്യം മറത്തൻ. സുമ്മ, എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്നി ഉഖദ്ദിമു ഇലൈക ബൈന യദയ കുല്ലു നഫ്സിൻ വലംഹത്തിൻ വലഹദത്തിൻ വതറഫത്തിൻ വയത്രിഫു ബിഹാ അഹ്ലുസ് സമാവാതി വഅഹ്ലുൽ അർദ് കുല്ല ശൈഇൻ ഹുവ മിൻ ഇൽമിക ഖായിനുൻ ഔ ഖദ് ഖാൻ ഉഖദ്ദിമു ഇലൈക ബൈന യദയ ദാലിക കുല്ലി. പിന്നെ ആയത്തുൽ കുർസി ഓതും. അല്ലാഹു ലാ ഇലാഹ ഇല്ലൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങിയിട്ട് തബാറക്ത ഇലൈഹി മിനദ്ദഹ്രി ഇലദ്ദഹർ വതആലൈത ഇലൈഹി മിനദ്ദഹ്രി ഇലദ്ദഹർ വതഖദ്ദസ്ത ഇലൈഹി മിനദ്ദഹ്രി ഇലദ്ദഹർ വഅൻത റബ്ബി വറബ്ബു കുല്ലി ഷൈഇൻ ലാ ഇലാഹ ഇല്ലാ അൻത യാ അക്രമൽ അക്രമീൻ യാ ഫത്താഹു ബിൽ ഖൈറാത്ത് اغفر لي ولعبادك الذي آمنوا بما أنزلت على رسولك سبحان من تأزر بعظمته سبحان من تردى بكبريائه سبحان من تفرد بالوحدانية سبحان من احتجب بنوره سبحان من قهر العباد بالموت وصلى الله على سيدنا محمد النبي المصطفى الكريم وعلى آله وصحبه وسلم تسليما എന്ന ദുആ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ദുആൽ മുഅവ്വലിയ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ചൊല്ലിയതായിരുന്നു. അപ്പോൾ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 3 മുതൽ 7 പ്രാവശ്യം വരെ. അതും സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ ഔറാദിൽപ്പെട്ടതാണ്. സുമ്മ ബസ്മലത, പിന്നെ ബിസ്മി ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. സൂറത്തുൽ ഇഖ്ലാസ് ഓതും. വതളഅ യദക അല ഐനിക്, എന്നിട്ട് ഈ കൈ ഇങ്ങനെ കണ്ണിലിങ്ങനെ വെച്ചിട്ട് ഓതും. കൈ കണ്ണിലിങ്ങനെ വെച്ചിട്ട് ഓതും. സുമ്മ സാനിയൻ വതളഅ യദക അല ഖൽബിക്, എന്നിട്ട് ഹൃദയത്തിൻ്റെ മുകളിൽ കൈ വെച്ചിട്ടും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. സുമ്മ, എന്നിട്ട് അതിന് ശേഷം അവിടുന്ന് ദുആ ചെയ്യും. അവിടുന്ന് ചൊല്ലും ഔദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇതൊക്കെ മശായിഖന്മാരുടെ അടുത്ത് നിന്നും മുഖദ്ദമീങ്ങളുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ ചൊല്ലാം. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. ഫൈനിസ്തതഅത അൻ റവാത്തിബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരത്തിന് ശേഷവും മുമ്പും ശേഷമൊക്കെ ചെയ്യുന്ന റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കണം. വഹുവ അർബഉ റകഅത്തിൻ ഖബ്ല ദുഹർ, അത് ളുഹറിന് മുമ്പ് 4 റക്അത്താണ്. വഅർബഅ ബഅദഹു, അത് ളുഹറിൻ്റെ ശേഷം 4 റക്അത്താണ്. തുമ്മ സല്ലി അസ്റ, പിന്നെ ശേഷം നിങ്ങൾ അസർ നിസ്കരിച്ചാൽ കദാലിക ഫി വഖ്തിഹ റവാത്തിബുഹു ഖബ്ലഹ അർബഅൻ, അസർ നിസ്കാരത്തിൻ്റെ റവാത്തിബ് എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കണം. സുമ്മ മാരിബ ജഹറൻ ഫി അവ്വലീൻ, പിന്നെ മാരിബ് നിസ്കരിക്കും. മാരിബിൽ ആദ്യത്തെ 2 റക്അത്തിൽ നമ്മൾ ഉറക്കെയാണ് നിസ്കരിക്കുന്നത്. വശുറിയ ജഹറു ലിഹിഫത്തി തജല്ലിയാത്തില്ലാഹി ഫില്ലൈൽ, രാത്രി
അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ വളരെ മൃദുലമായതാണ് എന്നതുകൊണ്ടാണ് നമുക്ക് ആദ്യത്തെ 2 റക്അത്തിൽ ഉറക്കം നിസ്കരിക്കാൻ ശരീഅത്ത് കൽപ്പിച്ചത്. വമഅനാഹു അന്നൽ അബ്ദ യകൂനു ഖവിയ്യൻ അലാ തഹമ്മുലിഹാ ലൈലൻ. അതിൻ്റെ അർത്ഥം എന്താണ്? രാത്രി കാലത്ത് അള്ളാഹുവിൻ്റെ തജല്ലി താങ്ങാനുള്ളൊരു കൽപ്പ് അടിമക്കുണ്ടാവും. ഒരു മൃദുലമായ തജല്ലി ആയിരിക്കും രാത്രി വരിക. അതുകൊണ്ട് അത് താങ്ങാനുള്ളൊരു കഴിവ് അടിമക്കുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഫശുദ്ദിയ സിറു ഫി ആഖിറത്തി, അതിൻ്റെ 3-ാമത്തെ റക്അത്തിൽ രഹസ്യമായി ചൊല്ലാൻ പറഞ്ഞത് ലി അളമി ആഖിരി ഹദ്റത്തി റിഫ്കൻ ബിക. അതിൻ്റെ നിസ്കാരത്തിൻ്റെ അവസാനത്തതിൽ അള്ളാഹുവിൻ്റെ അളമത്ത് കുറച്ച് വലുപ്പമുള്ള ഒരു താങ്ങാൻ പറ്റാത്തതാണ് എന്ന കാരണം കൊണ്ടും അവിടെ ഉറക്ക ചെല്ലിയാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ടും നമ്മളോടുള്ള ഒരു കാരുണ്യം കൊണ്ടാണ്, നമുക്കുള്ള എളുപ്പമാക്കലിൻ്റെ ഭാഗമായിട്ടാണ് രഹസ്യമായി ചൊല്ലാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പെണ്ണുങ്ങളോടൊക്കെ ഉറക്ക ചൊല്ലരുത്, നിസ്കാരത്തിൽ ഉറക്ക ചെല്ലേണ്ട പെണ്ണുങ്ങൾ പതുക്കെ ചെല്ലാൻ മതിയായിരുന്നപ്പോൾ പറയുമ്പോൾ നമ്മളെന്താ കുറച്ച് ഉറക്ക ചെല്ലുന്ന ഇഖ്ലാസ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഉറക്ക ചെല്ലാൻ നിൽക്കരുത്. കാരണം എല്ലാ സമയത്തും പെണ്ണുങ്ങൾക്ക് പതുക്കെ ചൊല്ലാനാണ് നല്ലത്. എന്നാൽ പതുക്കെ ചെല്ലുന്ന പറഞ്ഞാൽ ഒന്നും കേൾക്കാത്ത രൂപത്തിലല്ല, അവർക്ക് കേൾക്കുന്ന രൂപത്തിൽ പതുക്കെ ചെല്ലുന്നത് തന്നെയാണ് അവർക്ക് നല്ലത്. കാരണം അത് ഉറക്ക ചെല്ലുന്നതിൻ്റെ തജല്ലി താങ്ങാൻ പെണ്ണുങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. ആണുങ്ങൾക്ക് പിന്നെയും സാധിക്കും, പെണ്ണുങ്ങൾക്ക് അത് സാധിക്കില്ല. നമുക്ക് താങ്ങാൻ പറ്റാത്തതിനെ വലിച്ചെടുക്കരുത്. അപ്പോൾ നമ്മളത് പതുക്കെ ചൊല്ലുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെയാണ് മാലിക്കി മദ്ഹബ്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വിചാരിച്ച്, നമ്മൾ തിജാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറബി ബഹുമാനപ്പെട്ട ഹസൻ ബാക്കരി തങ്ങൾ പറഞ്ഞല്ലോ, എല്ലാ വിഷയത്തിലും നമ്മൾ മാലിക്കി മദ്ഹബിനെ മുന്തിക്കാൻ ശ്രമിക്കണം. നമുക്കതിൻ്റെ മാലിക്കി മദ്ഹബ് മുന്തിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ചില വിഷയത്തിൽ ഷാഫി മദ്ഹബ് അതിന് അനുമതി നൽകുന്നുണ്ട്, മാലിക്കി മദ്ഹബ് അനുമതി നൽകുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായം എടുക്കാൻ തയ്യാറാവണം. കാരണം അനുമതി നൽകുന്നില്ലല്ലോ അതിൽ. അതേപോലെ തന്നെ ചില വിഷയത്തിൽ ഷാഫി മദ്ഹബ് സുന്നത്താണ്, മാലിക്കി മദ്ഹബിൽ അത് നിർബന്ധമാണ്. അങ്ങനെയാണ് അത് ചെയ്യാൻ നമ്മൾ എന്തായാലും ശ്രമിക്കണം. ഞാൻ ആദ്യത്തിന് ഉദാഹരണം പറയാം. പെണ്ണുങ്ങൾ ഇമാമത്ത് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഷാഫി മദ്ഹബിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റും. നിസ്കാരത്തിലൊക്കെ ഇമാമത്ത് നിൽക്കാം പെണ്ണുങ്ങൾക്ക്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കാണലുണ്ട്. തറാവീന് ഇമാമത്ത് നിൽക്കുന്നു, സുന്നത്തായ നിസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നു, അതുപോലെ ഫർദിന് ഇമാമത്ത് നിൽക്കുന്നു, ഇമാമായി നിസ്കരിക്കുന്നത് കാണാറുണ്ട്. ശരി തന്നെയാണ്, ഷാഫി മദ്ഹബിൽ അനുവദനീയമാണ്. പക്ഷേ നമ്മുടെ ശൈഖന്മാരുടെ അഭിപ്രായം അനുസരിച്ച് മാലിക്കി മദ്ഹബിൽ പെണ്ണുങ്ങൾക്ക് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പറ്റില്ല. ഒന്നിനും പെണ്ണുങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റില്ല, ആണുങ്ങൾക്ക് മാത്രമേ ഇമാമത്ത് നിൽക്കാൻ പറ്റൂ. അപ്പോൾ മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായത്തെയാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, ചെയ്ത ഹറാമായിട്ടല്ല, മഹാന്മാർ അതിന് ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അഹമ്മദ് ജാന്തങ്ങൾ മാലിക്കി മദ്ഹബാണല്ലോ, ഇബ്രാന്യാസങ്ങൾ മാലിക്കി മദ്ഹബാണ്, ഷെഹുല്ലൈത്തങ്ങൾ മാലിക്കി മദ്ഹബാണ്. ഈ നമ്മളെ മശായിഖമാരൊക്കെ മാലിക്കി മദ്ഹബുകാരാണ് പ്രധാനമായിട്ടും. ഇനി മറ്റൊരു മദ്ഹബ് ഉള്ളവരാണെങ്കിൽ എന്താ ചെയ്തത്, ഈ മദ്ഹബിനെ ബഹുമാനിക്കുക ചെയ്തത്. കാരണം അത് അഹമ്മദ് ജാന്തങ്ങളും പഠിപ്പിച്ച അഹമ്മദ് ജാന്തങ്ങൾ ഉൾക്കൊള്ള മദ്ഹബ് ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ശരീഅത്തിനോട് ഏറ്റവും ഒട്ടി നിൽക്കുന്ന മദ്ഹബായിരിക്കും. അപ്പോൾ നിസ്കാരത്തിൽ പെണ്ണുങ്ങൾക്ക് ഇമാം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ ഇമാമത്ത് നിൽക്കാതിരിക്കുക നല്ലത്. നമ്മളെന്ത് ചെയ്യണ്ട, നമ്മൾ വീടുകളിലൊക്കെ പെണ്ണുങ്ങൾ നിൽക്കുമ്പോൾ പെണ്ണുങ്ങളിങ്ങനെ ഇമാമും അമ്മുമായിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്ന പരിപാടി പരമാവധി ഒഴിവാക്കുന്നത് നല്ലത്. ഒറ്റക്ക് നിസ്കരിക്കാം. കാരണം ഇമാമത്ത് നിൽക്കുന്നത് അനുവദനീയമല്ല എന്ന് പറയുന്നത് നമുക്ക് ഇമാമത്താണ് നല്ല കുറച്ചും കൂടി ഹുശൂവൊക്കെ കിട്ടുമായിരുന്നു എന്നല്ല. ഇമാമത്ത് നിൽക്കുമ്പോൾ ഉറക്കെ ചൊല്ലേണ്ടി വരും. നമ്മൾ പറഞ്ഞാൽ ഈ ഉറക്ക ചെല്ലുക എന്ന് പറയുന്നതിൽ അള്ളാഹുവിൻ്റെ തജല്ലി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതൊന്നും പെണ്ണുങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. നമുക്കിത് നമ്മൾ ഒച്ച ഉണ്ടാക്കൽ മാത്രമായിട്ടേ കണക്കാക്കുള്ളൂ. പക്ഷെ ഒച്ച ഉണ്ടാക്കലല്ല, നമ്മൾ ഒതെടുക്കുന്ന വെള്ളം മേത്ത് കൂടെ ഇങ്ങനെ പാറ്റുന്ന പോലെ നമുക്ക് തോന്നല്ലോ. പക്ഷെ അത് വെള്ളം മേത്ത് കൂടെ ആക്കുന്നതല്ലല്ലോ, അതിലൂടെ ഒരുപാട് രഹസ്യങ്ങളില്ലേ. അതുപോലെ നമ്മൾ ഉറക്ക ചൊല്ലുന്നതിന് അതിൻ്റേതായ രഹസ്യങ്ങളുണ്ട്. അത് താങ്ങാൻ പെണ്ണുങ്ങൾക്ക് സാധിക്കണമെന്നില്ല. മാത്രം പെണ്ണുങ്ങൾ ഇമാമത്തായിട്ട് 10-15 ആൾക്കാർക്ക് പിന്നിൽ നിസ്കരിക്കുകയാണ് പെണ്ണ്. ഈ ആളുകളെ കുറവുകളൊക്കെ താങ്ങാൻ ആ പെണ്ണിന് സാധിക്കണം. ആ പെണ്ണിന് ഒറ്റക്കുള്ള കുറവിനെ താങ്ങാൻ സാധിക്കില്ല. പിന്നെ ബാക്കിയുള്ളവർ മുഴുവൻ കുറവുകൾ സാധിക്കുക. അപ്പോൾ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ വരും.
മാത്രമല്ല ആ പെണ്ണ് ഇവരുടെ മുഴുവൻ കാര്യങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കണം. പെണ്ണിന് ഏറ്റവും ആണുങ്ങളെക്കാളും നല്ല പെണ്ണുങ്ങളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ആണുങ്ങളെക്കാളും അവരുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കുറയുന്നവർ പെണ്ണുങ്ങളായിരിക്കും. കൂടുതൽ അവർക്ക് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ടെൻഷനുകളായിരിക്കും. ഈ ചിന്ത കൂടുതൽ ശ്രദ്ധ അവരായിരിക്കും. അവർക്ക് അവരുടെ വിഷയത്തിൽ തന്നെ നിസ്കാരത്തിൽ തന്നെ അവർക്ക് വലിയ ഫോക്കസ് ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് ഈ ബാക്കിലെടുക്കുന്ന മാമൂമിങ്ങളെ മുഴുവൻ അവർക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ നിർത്താനൊക്കെ സാധിക്കുക? അപ്പോൾ പെണ്ണുങ്ങൾ ആ പരിപാടിക്ക് നിൽക്കരുത്. അപ്പോൾ നിസ്കാരത്തിൽ പറ്റൂലെങ്കിൽ എന്തായാലും പിന്നെ വലീഫക്കും ഹൈലലക്കും ഒന്നും പറ്റൂല. അതുകൊണ്ടല്ല നമുക്ക് വലീഫക്കും ഹൈലലക്കും ഒക്കെ ആണുങ്ങളുണ്ടെങ്കിൽ മാത്രമേ പെണ്ണുങ്ങൾക്ക് ജമാഅത്ത് പറ്റൂ. അപ്പം അതിനർത്ഥം ജമാഅത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ട്. പെണ്ണുങ്ങളത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. അതിനർത്ഥം പെണ്ണുങ്ങൾ ജമാഅത്തൊന്നും ചെയ്യേണ്ട, വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി എന്നുള്ളതല്ല. അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അള്ളാഹുദന്തിനെ അങ്ങനെ ആക്കിയത് അവർ പ്രയാസപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നാൽ സൗകര്യം ഉണ്ടെങ്കിൽ അവരതിനൊക്കെ പരിഗണിക്കണം. അവർക്ക് പോകാൻ പറ്റും. സ്വന്തം പിന്നെ ഒരു നിസ്കാരത്തിൻ്റെ ജമാഅത്തിന്, അതുപോലെ തന്നെ വലീഫൻ്റെ ജമാഅത്തിന് ഒക്കെ അവർക്ക് പങ്കെടുക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെന്ന് കരുതുക. അവർ മക്കളെ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല, അവർ ശാരീരികമായ അസ്വസ്ഥതകൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല, അവർക്ക് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ഒഴിവ് സമയമുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിൽ ആ ഒറ്റക്ക് നിസ്കരിക്കുന്നതിൻ്റെ മഹത്വം പോലെ അല്ലല്ലോ ഒരുമിച്ച് നിസ്കരിക്കുന്നത്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ആ മഹത്വമൊക്കെ അവർക്ക് കിട്ടുമല്ലോ. അതിനെന്ത് ചെയ്യണം? ഒരു ജമാഅത്തായിട്ട് തന്നെ നിൽക്കണം. അവർക്കത് ഒറ്റക്ക് താങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അത് താങ്ങുന്ന ആൾക്കാർ മുമ്പിലുണ്ടെങ്കിൽ വേഗം സൗകര്യമുണ്ട് അവരെ പിന്നിൽ നിസ്കരിക്കാൻ തന്നെ ശ്രമിക്കണം. ഒറ്റക്ക് നിസ്കരിക്കാൻ നോക്കരുത്. സാന്ദർഭികമായി ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ പിന്നെ മഗ്‌രിബിൻ്റെ നിസ്കാരത്തിൽ അവസാനത്തെ റക്അത്തിൽ നമ്മളോട് പതുക്കെ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് താങ്ങാനുള്ളൊരു കൽപ്പ് നമുക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കൊക്കെ ഉറക്ക ചെല്ലുന്നതും പതുക്കെ ചെല്ലുന്നതും ഒക്കെ നമുക്കൊരുപോലെയാണ്. അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മഹാന്മാർക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാവും. അതുകൊണ്ടാണ് അവരോട് പെണ്ണുങ്ങളോട് ഒറ്റക്ക് മതി എന്ന് പറയുന്നത്. കാരണം അവർക്ക് താങ്ങാൻ കഴിയില്ല ഈ കാര്യങ്ങളൊന്നും. അവർ ബലഹീനരാണല്ലോ. അതുകൊണ്ട് സുമ്മ റവാത്തിബുഹ സിത്തു റക്അത്തിൻ ഔ ഇസ്നത്താൻ. സുമ്മ റവാത്തിബുഹ, പിന്നെ മഗ്‌രിബിൻ്റെ റവാത്തിബ് എന്ന് പറഞ്ഞാൽ സിത്തു റക്അത്തിൻ 6 റക്അത്താണ്. ഔ ഇസ്നാൻ, ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത്. സുമ്മൽ ഇഷാൻ്റെ റവാത്തിബ് വശുരിയ ജഹ്റ ഇഷാനെ കുറിച്ച് പറയുകയാണെങ്കിൽ വശുരിയ ജഹ്റു അല നഹ്വി മാ തഖദ്ദിം, നേരത്തെ പറഞ്ഞതുപോലെ, അതായത് മഗ്‌രിബിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇഷാന് ഉറക്ക ചൊല്ലൽ സുന്നത്താണ്. അത് ആണുങ്ങൾക്ക് കേട്ടോ, അതൊന്നും പെണ്ണുങ്ങൾക്കല്ല, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഉറക്ക ചൊല്ലൽ സുന്നത്താണ്. എന്തുകൊണ്ട് സുന്നത്താണ്? രാത്രി കാലങ്ങളിൽ അള്ളാഹുവിൻ്റെ തജല്ലി മൃദുലമാണ് എന്ന കാരണം കൊണ്ടാണത് ഉറക്ക ചൊല്ലൽ സുന്നത്താവുന്നത്. വലം യുശർരി ജഹ്റു ഫി ഉഖ്റൈൻ, എന്നാൽ അവസാനത്തെ 2 റക്അത്തിൽ അവർക്ക് പതുക്കെ ഉറക്ക ചൊല്ലൽ സുന്നത്തല്ല. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. വലാ സൂറത്ത ലി അളമി സൗലത്തി ആഹിറിൽ ഹദറ, അതുപോലെ തന്നെ അവസാനത്തെ 2 റക്അത്തിൽ സൂറത്തും അവർക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ അവസാനത്തെ 2 റക്അത്തിൽ അള്ളാഹുവിൻ്റെ തജല്ലി അവർക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. സുമ്മ സലാസത്തു അശറ റവാത്തിബ ഇസ്തിഹ്ബാബൻ, ഇശാന് ശേഷം 13 റക്അത്തുണ്ട്. നമ്മളെ തഹജ്ജുദും റിത്റും എല്ലാം കൂടി കൂട്ടിയിട്ട് 13 റക്അത്താണ്. ഹത്തമൻ ആഹിരിഹ ബി റക്അത്തിൽ വിത്ർ, ആ 13 അവസാനത്തെ 1 വിത്റാണ്. വഹുവ സുന്നത്തുൻ അഖീദത്തുൻ, അത് മുഅക്കദായ സുന്നത്താണ്. വിത്ർ എന്ന് പറഞ്ഞാൽ ചെറിയ സുന്നത്തല്ല, ഭയങ്കര കട്ടിയായ സുന്നത്താണ്. വഹുവ ഹിതാമുൽ അമാലു ഹിതാമുൽ കിതാബ്, ഒരു പുസ്തകത്തിന് ഹത്മ് ചെയ്യുന്നത് പോലെ, അവസാനിപ്പിക്കുന്നത് പോലെ, പുസ്തകത്തിന് മുദ്ര വെക്കുന്നത് പോലെ ഇത് ഹിതാമുൽ അമാൽ, അമലുകൾക്കുള്ള മുദ്രയാണ്. ഫലാ തറഫു അമലു ഇല്ല സമാ, ആകാശത്തേക്ക് നമ്മളുടെ അമലുകളൊന്നും ഉയർത്തപ്പെടൂല. ഇല്ലാ ബി അദാ ഇൽ വിത്തർ കൊണ്ടല്ലാതെ. അപ്പോൾ നമ്മൾ കുറേ നിസ്കരിച്ചു, കുറേ അമലുകളൊക്കെ ചെയ്തു, വിത്തർ നിസ്കരിച്ചില്ല എങ്കിൽ അതൊക്കെ നിങ്ങൾ താഴത്തിന് കിടക്കും, മുകളിലേക്ക് ഉയരില്ല.
അപ്പോൾ എത്രമാത്രം പ്രധാനമാണ് വിത്തർ എന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ ആ വിത്തറിന് അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കാറില്ല. നമ്മൾ തഹജ്ജുദിനൊക്കെ എണീക്കും. നമ്മൾ മാലിക് മദ്ഹബിനനുസരിച്ച് രാത്രി ഉറങ്ങണം എന്നില്ല തഹജ്ജുദ് നിസ്കരിക്കാൻ, സമയമായാൽ മതി. ഇവിടെയും ഞാൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ മാലിക് മദ്ഹബിൻ്റെ അഭിപ്രായം സ്വീകരിക്കാം. നമ്മൾ ഉറങ്ങുമ്പോൾ പലപ്പോഴും ഇപ്പോഴൊക്കെ ലേറ്റ് ആവാറുണ്ട്, നമ്മൾ തഹജ്ജുദിന് എണീക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാലിക് മദ്ഹബ് അനുസരിച്ച് സമയമായി എന്നുള്ള അർത്ഥത്തിൽ നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഷഫ വിത്തർ അതുപോലെ 2 റക്കാത്തും പിന്നെ ഒരു റക്കാത്ത് വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. സുബിയ പിന്നെ നിസ്കരിക്കുള്ളൂ എങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ ഇശാ നിസ്കരിച്ചതിന് ശേഷം ഇനി തഹജ്ജുദ് എണീക്കാൻ അധികം ചാൻസ് ഇല്ലാതെ മനസ്സിലാക്കിയാലും വിത്തർ നിസ്കരിക്കണം. കാരണം വിത്തർ അത്രയും മുഅക്കദായ സുന്നത്താണ്, അത് ഒഴിവാക്കരുത്. അത് ഒഴിവാക്കിയാൽ നമ്മൾ അതുവരെയുള്ള അമലൊന്നും അള്ളാഹുവിലേക്ക് ഉയരൂല. ഈ സീലുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ചില സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിത്തർ ഇനി അഥവാ സ്ഥിരമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ അത് പ്രത്യേകം ഖളാ വീട്ടാൻ പ്രോത്സാഹനം നൽകിയിരുന്നു. കാരണം വിത്തറിൻ്റെ പ്രത്യേകിച്ചും, കാരണം വിത്തർ ഈ ഒരു കാര്യം വിത്തറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് നമ്മൾ അമലുകൾ അള്ളാഹിലേക്ക് ഉയരണമെങ്കിൽ വിത്തർ ഉണ്ടാവണം. അപ്പോൾ വിത്തർ നിസ്കരിക്കാനൊക്കെ നിയ്യത്താക്കി കിടന്നു, പക്ഷേ എന്തോ അസുഖം കൊണ്ടൊക്കെ എണീക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് വിത്തർ ഖളാ വീട്ടെങ്കിലും ചെയ്യണം. ഓഹോ ഹിതാമുല്ല ബിഅദാഇൽ വിത്തർ ഇല്ലാ സ്വലാത്തുൽ അസർ. ഒരൊറ്റ നിസ്കാരം മാത്രമേ അതിന് ഒഴിവുള്ളൂ. ഏതാണ്? അസർ നിസ്കാരം. ഫൈനഹ തറഫഉ റഅസുഹ. കാരണം അസർ നിസ്കാരം ഒറ്റക്ക് തന്നെ നിൽക്കും, അതിന് വേറെ ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല അസർ നിസ്കാരം. ലിഅന്നഹ അസ്സലാത്തുൽ വുസ്താ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സലാത്തുൽ വുസ്താ, ഹാഫിദു അല സലവാത്തി വസ്സലാത്തുൽ വുസ്താ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണം. വസ്സലാത്തുൽ വുസ്താ, ഈ മധ്യത്തിലെ നിസ്കാരത്തിൽ. ഈ മധ്യത്തിലെ നിസ്കാരം ഏതാണെന്ന് പണ്ഡിതന്മാരുടെ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട്. എന്നാൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് അത് അസർ നിസ്കാരമാണെന്നാണ്. അപ്പോൾ മറ്റ് നിസ്കാരങ്ങളെപ്പോലെ അല്ല അസർ നിസ്കാരം. നമ്മൾ ഈ പലപ്പോഴും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക അസർ നിസ്കാരം. നമ്മൾ ജോലിയൊക്കെ കഴിയുമ്പോഴും നമ്മളിങ്ങനെ കുറേ ജോലിയൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് ആകുമ്പോഴത്തേക്ക് നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് കരുതി മഗ്‌രിബിലേക്ക് ചേർത്തി അങ്ങ് നിസ്കരിക്കുക അസർ. വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങളൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ട് മഗ്‌രിബിലേക്ക് ചേർത്തി മഗ്‌രിബിൻ്റെ ബാങ്കിൻ്റെ തൊട്ടുമ്പോൾ അങ്ങ് നിസ്കരിക്കും. അസർ നിസ്കാരത്തിന് നമ്മൾ അങ്ങനെ ചെയ്യരുത്. അസർ നിസ്കാരം ബാക്കിയുള്ള നിസ്കാരത്തിന് പോലെയല്ല, അത് പ്രത്യേകം നമ്മൾ പരിഗണിക്കണം. അതിൻ്റെ സമയത്ത് തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ ശ്രമിക്കണം. ബാക്കിയുള്ളൊക്കെ നിസ്കരിക്കാൻ ശ്രമിക്കണം, എന്നാൽ അസറിനെ നമ്മൾ കൂടുതൽ പരിഗണിക്കണം. കാരണം അസർ അത്രയും പ്രാധാന്യമുള്ള നിസ്കാരമാണ്. പിന്നെ അസർ നിസ്കാരത്തിൻ്റെ സമയം നമുക്ക് അതിൽ കുറച്ച് വൈകിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ ളുഹറിൻ്റെ സമയം അസറിൻ്റെ സമയം ഷാഫി മദ്ഹബ് അനുസരിച്ച് ഏകദേശം 3:45 3:30 മുതൽ 4 മണി വരെയുള്ള സമയമാണല്ലോ. എന്നാൽ അത് മാലിക്കി മദ്ഹബ് അനുസരിച്ച് 4:30 മുതൽ 5 മണി വരെയൊക്കെയുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായം അനുസരിച്ച് അതിൻ്റെ അവ്വൽ വക്ത് 4:30 മണിക്കാണെന്ന് കരുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കിടക്കരുത്. 4:30 മുതൽ 5 മണി വരെയൊക്കെ പരമാവധി നമുക്ക് അസർ നിസ്കരിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കരുത് എന്ന് അത് ശ്രമിക്കണം നമ്മൾ. അപ്പോൾ അസർ നിസ്കാരത്തെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. കാരണം അസർ നിസ്കാരമാണ് നിസ്കാരത്തിൻ്റെ ഏറ്റവും അഫ്ളലായ നിസ്കാരം. 5 വക്ത് നിസ്കാരത്തിൻ്റെ ഏറ്റവും അഫ്ളലായ നിസ്കാരം അസർ നിസ്കാരമാണ്. സുമ്മ ബഅദ തുലൂഉൽ ഫജർ. പിന്നെ പുലർച്ചെ ആയാൽ എന്ത് ചെയ്യണം? റക്അത്തൈൻ 2 റക്അത്ത് നിസ്കരിക്കും. അത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം. അതും നമ്മൾ മറ്റേത് നിസ്കാരത്തെ പോലെയല്ല, വിത്തറും സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഏത് സുന്നത്തുള്ളൂ അത് നമ്മൾ വളരെ നിർബന്ധം പോലെ കൊണ്ടുനടക്കേണ്ടതെന്നാണ്. ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരിക്കലും ഒരു തിരക്കുള്ള സമയത്ത് ആ വിശ്വാസങ്ങളെ കൂടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര തിരക്കുള്ള സമയം അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു ബാങ്ക് കൊടുത്ത് ചെയ്യാൻ ഞാൻ സുബഹി നിസ്കരിച്ച് പോട്ടെ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നിൽക്കുള്ളൂ, അപ്പോൾ നിങ്ങൾ പോയിക്കൂടെ അത്യാവശ്യമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2 റക്അത്ത് സുബഹി നിസ്കരിച്ച് വേഗം പോയി. കാരണം നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യുക, സുന്നത്ത് പിന്നെ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഷെയ്ഖിനോട് പറഞ്ഞു സുന്നത്ത് എന്താ നിസ്കരിക്കാത്ത ചോദിച്ചു. അപ്പോൾ ഞാൻ നിസ്കരിച്ചില്ല, ഒന്ന് മാറ്റി സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. സുന്നത്ത് ഞാൻ ഖളാ വീട്ടി പിന്നെ എന്നിട്ടാണ് ഞാൻ പോയത്. കാരണം അത് സുന്നത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത്. ബിൽ ഫാത്തിഹത്തി, ആ സൂറത്തിൽ നമ്മൾ ഓതേണ്ടത് ബിൽ ഫാത്തിഹയും സൂറത്തുൽ കാഫിറൂൻ. ആദ്യത്തെ റക്അത്ത് സൂറത്തുൽ കാഫിറൂനും ഇഖ്ലാസ് ഫി സാനി, 2ാമത്തെ റക്അത്തിൽ ഇഖ്ലാസും. ഇതിൽ അലം തറ കൈഫയും അലം നശ്റഹും അലം തറ കൈഫയും ചൊല്ലുന്ന രീതിയുണ്ട്. മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം.
പക്ഷേ നമ്മൾ ശൈഖന്മാരിൽ കൂടുതൽ പറയുന്നത് കണ്ടത് ഈ രണ്ട് സൂറത്തുകളാണ്. സൂറത്തുൽ കാഫിറൂണും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസും. സുമ്മ തഖറഉ ദിക്റ ബഅദ വഹുവ, അങ്ങനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ ചൊല്ലാം. യാ അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ വാഹിദുൽ യാ അഹദ് യാ വാജിദു യാ ജവാദു യാ കരീം ഇൻഫഹനി മിൻക ബിൻ നഫഹത്തിൻ ഖൈരിൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് 8 പ്രാവശ്യം സമാനിയൻ അത് 8 പ്രാവശ്യം ചൊല്ലണം. ഇത് നിർബന്ധമല്ല, ഇതൊക്കെ സുന്നത്തായ കാര്യം പറയാണ്. സുമ്മ സലാത്ത് സുബഹ്, പിന്നെ സുബഹി നിസ്കരിക്കുക. വശുദ്ദിയത്ത് റക്കാഅത്തൈൻ, അത് 2 റക്അത്താക്കിയത് തൈസീറൻ ലക്ക്, നിങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. തഅനീസൻ ഫി അവലി അമലിൻ നഹർ, പകലത്തെ ആദ്യത്തെ അമൽ അതായതുകൊണ്ട് നിങ്ങൾക്കൊരു കംഫർട്ടിന് വേണ്ടിയാണ് 2 റക്അത്താക്കിയത്. വജഹ്റൻ, എന്നാൽ അത് ഉറക്കം നിസ്കരിക്കാൻ പറഞ്ഞത് ലിഅന്ന ലഹു വജ്ഹൈൻ, കാരണം ആ നിസ്കാരത്തിന് 2 മുഖങ്ങളുണ്ട്. വജ്ഹൻ ഇലല്ലൈൽ, ഒരു മുഖം രാത്രിയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതാണ്. വജ്ഹൻ ഇല നഹാർ, ഒരു മുഖം പകലിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതുമാണ്. വഹഫ അമ്രു തജല്ലി അൻ ഹദ്റത്തിൽ ഹംസ്, കാരണം അതുകൊണ്ട് തന്നെ അതിലടങ്ങിയിട്ടുള്ള തജല്ലി ഈ പതുക്കെ ചെല്ലുന്ന തജല്ലിനേക്കാളും കുറഞ്ഞതാണ്. അതുകൊണ്ട് ഉറക്ക ചെല്ല കുഴപ്പമില്ല എന്നതുകൊണ്ടാണ്. ഒബാദ ഹില്ലിന്നാഫിലത്തി, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് സുബഹി കഴിഞ്ഞാൽ നമ്മൾ ദുഹാൻ്റെ സമയമാവുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ നമുക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റാത്ത ബാധ ഹില്ലു നാഫില, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുന്ന സമയമായി കഴിഞ്ഞാൽ, അതായത് ദുഹാ നിസ്കരിക്കാൻ പറ്റുന്ന സമയമായാൽ സൊല്ലി സ്വലാത്തു ദുഹ, നിങ്ങൾ ദുഹാ നിസ്കരിക്കണം. സമാനിയൻ ഇല റക്കാഅത്തൈൻ, 2 റക്അത്ത് മുതൽ 8 റക്അത്ത് വരെ നിസ്കരിക്കുക. വവുസ്ത സിത്തുൻ, 6 റക്അത്താണ് അതിൻ്റെ ഒരു മധ്യത്തിൽ നിസ്കാരം. ഷെയ്ഖുൽ തങ്ങളൊക്കെ 6 റക്അത്ത് 8 റക്അത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ പിന്നിലായിട്ട് നമുക്ക് നിസ്കരിക്കാനൊക്കെ തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ അതിൽ ഓതേണ്ട സൂറത്ത് ബിസൂറത്ത് മിൻഹ സൂറത്തു വശംസി വദുഹാഹ എന്നുള്ള സൂറത്ത് ഓത തുടക്കത്തിൽ. സൂറത്തുൽ ദുഹ 2ാമത്തെ റക്അത്തിൽ, അങ്ങനെയായിട്ട് ഈ 2 റക്അത്ത് നിസ്കരിക്കാം. അതുപോലെ മിൻഹ ഫാത്തിഹത്തു ആയത്തുൽ കുർസി അഷറൻ, അതിൽ ഫാത്തിഹ ആയത്തുൽ കുർസിയും 10 പ്രാവശ്യം ആദ്യത്തേലും. സൂറത്തുൽ ഇഖ്ലാസ് അഷറൻ, ഫാത്തിഹ ഓതിയതിനു ശേഷം ആയത്തുൽ കുർസി 10 റക്അത്തും, പിന്നെ 1ാമത്തെ റക്അത്തിലായിരിക്കും ഉദ്ദേശിച്ചത്. 2ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് 10 പ്രാവശ്യം, ആയത്തുൽ കുർസി 10 പ്രാവശ്യം, ഇഖ്ലാസ് 10 പ്രാവശ്യം ഓതുക എന്നത് നല്ലതാണ്. തസ്തൗജിബു റിദ്വാനല്ലാഹിൽ അക്ബർ, അങ്ങനെ നമ്മൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ തൃപ്തി, ഏറ്റവും ഉന്നതമായ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ദുഹാ നിസ്കാരത്തിൽ ആയത്തുൽ കുർസി 10 പ്രാവശ്യവും ഇഖ്ലാസ് സൂറത്ത് 10 പ്രാവശ്യവും ഒരു റക്അത്തിലായിട്ട് ഓതിയാൽ, ഉദ്ദേശിക്കുന്ന 1ാമത്തെ റക്അത്തിൽ ആയത്തുൽ കുർസി 10 പ്രാവശ്യം ഓതുക, 2ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്ത് 10 പ്രാവശ്യം ഓതുക, അങ്ങനെ ഈ 2 റക്അത്ത് വീതം. ഒമിൻഹ ആയത്തുൽ കുർസി, അതുപോലെ തന്നെ നമുക്ക് ഓതാം ആയത്തുൽ കുർസി വ ആമന റസൂൽ ഫിൽ ഔല, 1ാമത്തെ റക്അത്തിൽ ആയത്തുൽ കുർസി ആമന റസൂൽ ഓതുക. ഒഫി സാനിയത്തി, 2ാമത്തെ റക്അത്തിലോ അള്ളാഹു നൂറ് സമാവാത്ത് വൽ അർദ് എന്ന് പറഞ്ഞ സൂറത്ത് ഹിസാബ് വരെ, സൂറത്ത് നൂറിൻ്റെ 35 മുതൽ 38 വരെ ആയത്തുകളാണെന്ന് തോന്നുന്നു. അത് നമുക്ക് ഓതാം. സബബും ഫീ റിദ്വാൻ അല്ലാഹിൽ അക്ബർ, ആരെങ്കിലും ഇങ്ങനെ ഓതിയാൽ അതും അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ തൃപ്തിക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഒമിൻഹ, അതുപോലെ തന്നെ നമുക്കതിൽ ഓതാം സൂറത്തുൽ ഫലക്ക്, 1ാമത്തെ റക്അത്ത് സൂറത്തുൽ ഫലക്ക്, 2ാമത്തെ റക്അത്ത് സൂറത്തുൻ നാസ്, സൂറത്തുൻ നാസ്, 1ാമത്തെ സൂറത്തുൽ ഫലക്ക്, 2ാമത്തെ സൂറത്തുൻ നാസ്. സബബുൻ ലി ഹിഫ്ലി മിൻ അസ്വാഇൽ ഗൈർ, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അത് നമുക്ക് സംരക്ഷണം നൽകും. വൈരിയത്തി, അതല്ലാത്ത ഒന്നിനെ കാണുന്നതിന് തൊട്ട് നമുക്ക് സംരക്ഷണം നൽകും. അപ്പോൾ ദുഹാ നിസ്കാരത്തിൽ 1ാമത്തെ റക്അത്തിൽ ഫലക്കും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൻ നാസ് ഓതിയാൽ നമുക്ക് സൃഷ്ടികളിൽ നിന്നുള്ള സംരക്ഷണമൊക്കെ ഉണ്ടാകും. സൃഷ്ടികളുടെ ബുദ്ധിമുട്ടുകളൊന്നും ഏൽക്കില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ പ്രയാസങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ, കാരണം ഇങ്ങനെ
ഓരോന്നും ചെയ്യാൻ നടക്കുക ചെയ്യുക. സിമ്പിളായി ചെയ്യാവുന്ന കാര്യമാണ് അതൊക്കെ. ദുഹാ നിസ്കരിക്കുമ്പോൾ ഫലക്കും നാസും ഓതുക. അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇത് പലപ്പോഴും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷൗഹുല്ലൈത്തങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ ദുഹാ നിസ്കാരം കുറേ നേരം ഓതാൻ ഖിയാമ് കുറേ നേരം നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ കേട്ടോ. ചിലപ്പം ഈ മുകളിലുള്ള ആയത്തുകളൊക്കെ ഓതിയതുകൊണ്ടായിരിക്കണം കുറേ നേരം ഓതുന്ന പോലെ ഫീൽ ചെയ്യലുണ്ട്. തഖൂലു ബഅദഹ, എന്നിട്ട് നമസ്കാരത്തിന് ശേഷം ഓതാം, അല്ലാഹുമ്മ സഇർ ദുനിയാ ഫി അയ്നിന, അല്ലാഹുവേ ദുനിയാവ് നമ്മളെ കണ്ണിൽ വളരെ ചെറുതാക്കണേ. വഅള്ളിം ജലാലക ഫീ ഖുലൂബിന, അല്ലാഹുവേ നിൻ്റെ ജലാല്, നിൻ്റെ വലുപ്പം നമ്മളെ ഹൃദയത്തിൽ നീ വർദ്ധിപ്പിക്കണേ. ദുനിയാവ് നമുക്ക് ചെറുതാക്കി കാണിച്ചു തരണേ. നിൻ്റെ വലുപ്പം നമുക്ക് വർദ്ധിപ്പിച്ച് തരണേ. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അള്ളാഹിൻ്റെ വലുപ്പം അള്ളാഹ് ചെറുതൊരു സാധനം, ദുനിയാവ് വലിയതാണ്. അതിലെന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിഷമാവുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ മാറണം, എങ്ങനെ കഴിച്ചിലാവണം, അത് കിട്ടണം, ഇത് ശരിയാവണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് നമ്മൾ അതിലേക്ക് മാത്രം നോക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ദുനിയാവാണ് വലുത്, അള്ളാഹു ചെറുതുമാണ്. എന്നാലും നമ്മളെ കണ്ണുകളിൽ നിന്ന് നമ്മൾ ദുആ ചെയ്യുന്ന അല്ലാഹുമ്മ സഇർ ദുനിയാ ഫി അയ്യുനിന, അല്ലാഹുവേ ദുനിയാവ് എൻ്റെ കണ്ണിൽ നീ ചെറുതാക്കണേ. വഅള്ളിം ജലാലക ഫീ ഖുലൂബിന, എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ജലാലിയത്ത് നീ വലുതാക്കണേ. വഫ്ഫിഖ്നാ ലിമർളാതിക്, അല്ലാഹുവേ നിൻ്റെ തൃപ്തി നീ നമുക്ക് നൽകണേ, നിൻ്റെ തൃപ്തി നമുക്ക് നീ നൽകണേ. അമിത്നാ അലാ ദീനിക വതഅതിക്, അല്ലാഹുവേ നീ നമ്മളെ നിൻ്റെ ദീനിലും നിൻ്റെ അനുസരണയിലായി മരിപ്പിക്കണേ. ഇതാ തവഫൈതനാ യാ അല്ലാഹ്, നീ നമുക്ക് മരിക്കാനുള്ളൊരു അവസ്ഥ തരുമ്പോൾ അല്ലാഹുവേ നിൻ്റെ ദീനിലും നിൻ്റെ അനുസരണയിലും ഒക്കെ ആയിട്ട് നീ നമ്മൾ മരിപ്പിക്കണേ യാ അല്ലാഹ് എന്ന് അർബഅശറ മറത്താൻ 14 പ്രാവശ്യം ചൊല്ലാം. ഇത് ദുഹാക്ക് ശേഷമുള്ള സുന്നത്തായ ദുആ ആണ്. ഫയംബഇ അത്തമാദി അലാ ഹാദിഹി റവാത്തിബ്, ഈ ഔറാദുകളൊക്കെ സ്ഥിരമായി കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമാണ്. നമുക്ക് കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്ഥിരമായി കൊണ്ടെടുക്കുകയാണെങ്കിൽ കൊണ്ടെടുന്നാൽ മതി, അല്ലെങ്കിൽ പറ്റണ കൊണ്ടെടുക്കുക എന്നർത്ഥം. ലിഅന്നഹു ആദത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദത്താണ്, രീതിയാണ്. അപ്പോൾ ഇത് പറ്റണ പോലൊക്കെ പരമാവധി സ്ഥിരമായി കൊണ്ടെടുക്കാൻ നോക്കുക. ഫഇന്നമാ ശുദിഹ ജഹറ ഫി ജുമുഅ, പിന്നെ നമുക്ക് തോന്നും ജുമാ നിസ്കാരത്തിൽ എന്താ ഉറക്ക ചൊല്ലുന്നത്. ജുമാ നിസ്കാരം ഇമാം ഉറക്കയാണല്ലോ ചൊല്ലാം. ശരിക്കും ദുഹർ നിസ്കാരത്തിൽ പതുക്കല്ല ചൊല്ലാൻ പറഞ്ഞത്. ജുമാ എന്തിനാ ഉറക്കാക്കിയേ? ലിതഅനീസി ഇമാമ ബി കസ്റത്തിൽ ജമാ, ആളുകൾ ജമാഅത്തിൽ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഇമാമിനെ സ്വാതന്ത്ര്യപ്പെടുത്തലാണ് ഉറക്ക ചെല്ലുന്നതിലൂടെ. കാരണം ഈ ഇമാമ് ഇവരുടെ മുഴുവൻ നേരത്തെ പറഞ്ഞ പോലെ ഇമാമാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാമത്തിന് വേണ്ടി മത്സരിക്കുക. എന്നൊന്ന് ഇമാമാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ഇമാമാവാൻ എനിക്ക് പള്ളിയൊന്നും കിട്ടിയില്ല എന്ന് പറയില്ലേ, മുസ്താദന്മാർ പറയൂലേ, ഇമാമാവാൻ കുറേ നോക്കുന്നുണ്ട്, എവിടെയും കിട്ടിയിട്ടില്ല, ഇപ്പോൾ ഒരു ചെറിയൊരു നിസ്കാരപ്പള്ളിയാണ് കിട്ടിയത്, വലിയ ജുമാഅത്ത് പള്ളി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമല്ലോ. സംഭവം ശരിയാണ്, ഞാൻ മോശമാക്കല്ല കേട്ടോ. പക്ഷെ എന്നാലും ഒരു ആത്മീയമായ മാനം ചിന്തിച്ച് നോക്കും, ചെറിയ നിസ്കാരപ്പള്ളിയല്ലേ ഏറ്റവും നല്ലത്. കാരണം കുറച്ച് ആൾക്കാരല്ലോ, അവർ ഉത്തരവാദിത്തം അല്ലാണ്ട് മുമ്പിൽ പറഞ്ഞാൽ പോരെ. വലിയ ജുമാഅത്ത് പള്ളി, ഒരുപാട് മഹല്ലുള്ള ആളുകളും 100 കണക്കിന് ആൾക്കാരൊക്കെ പിന്നിൽ നിസ്കരിക്കുന്നതാണ്. ഇവരെ മുഴുവൻ ഉത്തരവാദിത്തം ആ മനുഷ്യൻ്റെ മുകളിലല്ലേ വരുന്നത്. ശരിക്കും അത് ഒരർത്ഥത്തെ നമുക്ക് പേടി വരല്ലേ വേണ്ടത്, അല്ലോ എനിക്ക് ഇത്ര ഭാരിച്ച ഉത്തരവാദിത്തമാണ് അല്ലാഹുവേ എന്ന്. അപ്പോൾ ആ ഇമാമിന് പേടിയാവും. ഇവർക്കൊക്കെ ഇമാമത്ത് നിൽക്കുമ്പോൾ ഇമാമിനൊരു സ്വാന്തനം എന്നോണം, അവർക്ക് ഒരാശ്വാസം എന്നോണമാണ് ഇമാമിനോട് ഉറക്ക ചൊല്ലിക്കോളാൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ സ്വാന്തനിപ്പിക്കലാണ് ആ ഇമാമിനെ. വക്കാനത്ത് റക്കാത്തേനി, അത് 2 റക്കാത്താക്കിയത് ലത്തൂല് ഹദ്റത്തിഹ ബി ഹുത്തുബത്തൈൻ, 2 ഹുത്തുബ ഉള്ളതുകൊണ്ട് ആ 2 റക്കാത്തിൻ്റെ സ്ഥാനത്ത് ഹുത്തുബ നിൽക്കുമെന്ന കാരണം കൊണ്ടാണ്. വശൂട്ടി ആ ജഹറൻ ഫിൽ ഈദൈൻ, അതുപോലെ ഈദ് നിസ്കാരം, പെരുന്നാൾ നിസ്കാരത്തിനും ശുരിയ ജഹറൻ ഫി ഈദൈൻ, അതും ഉറക്ക ചൊല്ലാൻ ഉറക്കം ഓതാൻ പറഞ്ഞത് ലിസ്ത്യാന ഇമാം, അത് ഇമാമിനെ സ്വാതന്ത്ര്യപ്പെടുത്താനാണ്.
ഇമാമിന് ആശ്വാസം നൽകാനാണ്. ഈ കസറത്തിനാസ് ഒരുപാട് ആളുകളുള്ളതുകൊണ്ട്. മാ ഹിഫത്തുൽ ഹദ്റത്തിൻ നവാഫിൽ അനിൽ ഫറായിദ്, അതോടുകൂടി തന്നെ സുന്നത്തായ അമലുകൾക്ക് അള്ളാഹുവിൻ്റെ തജല്ലിയിൽ നിന്നുള്ളൊരു കുറവുണ്ട്. ഫർദിനേക്കാളും ഫർദിൽ അള്ളാഹുവിൻ്റെ തജല്ലി ഭയങ്കരമായിരിക്കും, സുന്നത്തിന് അത്ര ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ഉറക്കെ ചൊല്ലിയാലും വലിയ കുഴപ്പമില്ല എന്ന കാരണം കൊണ്ടാണ്. വഖദ ഇസ്തിസ്കോ, മയക്ക് വേണ്ടിയുള്ള നിസ്കാരവും അതുപോലെ തന്നെയാണ്, നമുക്ക് ഉറക്കെ ചെല്ലാം. ഈ കാരണം കൊണ്ടൊക്കെ തന്നെ. വസുരിയ സിറു ഫി കുസൂഫ്, എന്നാൽ സൂര്യഗ്രഹണം ഒക്കെ പോലുള്ള ഗ്രഹണ നിസ്കാരങ്ങൾക്ക് നമ്മൾ പതുക്കെയാണ് ചൊല്ലുക. ലിയാലമുൽ ഹദ്റത്തി ബി മുഷാഹദത്തിൽ മുഅ്ജിസ, അള്ളാഹുവിൻ്റെ മോജിസത്ത്, അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം കാണുമ്പോൾ ഉള്ള നമ്മളുടെ ആ ദൃഷ്ടാന്തത്തിലുള്ള അലമത്ത് വലുപ്പം കണ്ടിട്ടാണ്. വഹിയ ളുഹൂറു അലബുൽ ജബ്ബാർ, കാരണം അത് ജബ്ബാറായവൻ്റെ അളബ്, കോപം വെളിവാകുന്ന ഒരിടാണ്. ഫി അക്ബറിൽ ഹൽക്കിൽ മുസ്തലാഇബി, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൃഷ്ടി, നിങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഒരു സൃഷ്ടിൻ്റെ മുകളിൽ അള്ളാഹു മറച്ചു വെക്കുന്ന അള്ളാഹുവിൻ്റെ അളബുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കോപം വെളിവാക്കുന്ന ഒരു സമയമായതുകൊണ്ട് ആ കോപത്തിന് മുമ്പിൽ താഴ്മ കാണിക്കുകയാണ് നമ്മുടെ ഓത്ത് പതുക്കാക്കുന്നതിലൂടെ. വൈന്നമാ മനാക്ക മിനൻ നവാഫിൽ, നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വൈന്നമാ മനാക്ക മിനൻ നവാഫിൽ, സുന്നത്തായ നിസ്കാരങ്ങൾ തടയപ്പെട്ടു. ഫി ഔഖാത്തിൻ നഹി, അത് നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ. ലി അല്ലാ തസ്തദീമു ഹദ്റത്തു സലാത്ത്, എന്തുകൊണ്ടാണത് അങ്ങനെ നമ്മൾ ചെയ്താൽ? ലി അല്ലാ തസ്തദീമു ഹദ്റത്തു സലാത്ത്, നമ്മളിങ്ങനെ കണ്ടിന്യൂസായി നിസ്കരിച്ചതിൻ്റെ പേരിൽ വതഫ്ന അനിൽ ഫറായിൽ, നിർബന്ധമായ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ തെറ്റിപ്പോവും. ഇപ്പോൾ നമുക്ക് പകരമൊക്കെ നമ്മൾ വിചാരിക്കുക, എന്താ ഇപ്പോൾ സുബഹി കഴിഞ്ഞിട്ട് ലുഹാ വരെ നിസ്കരിക്കാൻ പറ്റാത്തത്, എന്താ ലുഹാ മുതൽ ലുഹാൻ്റെ സമയം ഉച്ചക്ക് വരെ, ഉച്ചൻ്റെ ടൈമൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊന്നും നിസ്കരിക്കാൻ പറ്റാത്തത്, അസറിന് ശേഷം എന്താ നിസ്കരിക്കാൻ പറ്റാത്തത്? കാരണം അത് അങ്ങനെ ചെയ്താൽ നമ്മളെ അത് നിർബന്ധമായ നിസ്കാരത്തിൽ നിന്ന് നമ്മളെ ശ്രദ്ധ തെറ്റിച്ച് കളയും. നമുക്കത് പിന്നെ നിർബന്ധേതാ സുന്നത്തേതാ നമുക്ക് വരാത്ത രൂപത്തിലാണ് നമ്മൾ നിസ്കാരം. കാരണം ഫർളായ നിസ്കാരങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ആ ഫർളായ നിസ്കാരങ്ങളുടെ പ്രാധാന്യം കൽപ്പിക്കാൻ പിന്നെ നമുക്ക് മറന്നുപോകും. അങ്ങനെ കണ്ടിന്യൂസ് നിസ്കാരമാകുമ്പോൾ ഏത് സമയത്തും നിസ്കരിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ നീറ്റിങ് ഇങ്ങനെ നിസ്കരിക്കൽ തന്നെ ആയിരിക്കും ഒഴിവുള്ള സമയത്തൊക്കെ. അപ്പോൾ പിന്നെ ഫർള് നിസ്കാരത്തിനെയും മറ്റേതിനെയും വേർതിരിക്കാൻ പറ്റാതാവും. അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ നിസ്കരിക്കേണ്ടെന്ന് പറയുന്നത്, നിസ്കാരം ഹലാലല്ലാത്തത് അതുകൊണ്ടാണ്. അതുപോലെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നിസ്കരിക്കേണ്ട എന്ന് പറയുന്നത് എന്താ? അപ്പം എനിക്ക് നിസ്കാരം ഇല്ലാത്തതുകൊണ്ട്, നിസ്കാരം ഉണ്ടായി ഇത്ര സുഖമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും. നിസ്കാരം ഉണ്ടായാൽ ഈ പ്രശ്നം ഉണ്ടാവും. പെണ്ണുങ്ങൾക്ക് ഈ സാധനമൊന്നും, ഈ തജല്ലിയൊന്നും ആ സമയങ്ങളിൽ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ്, അവരോടുള്ള റഹ്മത്ത് കൊണ്ടാണ് അവർക്ക് വേണ്ട എന്ന് പറയുന്നത്. സുവാശങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണാം, മതി അലൈക്കും ബിമാ തുതീഖൂൻ, നിങ്ങൾക്ക് പറ്റണ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഒരുപാട് ഇങ്ങനെ ചെയ്ത് ഒരുപാട് കൂട്ടാങ്ങൾ പരിശ്രമിക്കേണ്ട, നിങ്ങൾ പറ്റണത് ചെയ്താൽ മതി. ഫലൻ യമല്ലല്ലാഹു അത്താ തമല്ലു, അള്ളാഹുവിന് മടുക്കൂല നിങ്ങൾക്ക് മടുപ്പ് വരുന്നത് വരെ. അതായത് നമ്മൾ ഇതിനർത്ഥം, എനിക്കിപ്പോൾ ഔറാദ് വലിയ കുറച്ച് മടുപ്പുണ്ടാവുകൊണ്ട് വേണ്ട, ഔറാദ് ഞാൻ ഒഴിവാക്കി, അല്ലെങ്കിൽ നിസ്കരിക്കാൻ കുറച്ച് മടുപ്പ് വരുന്നുണ്ട്, നിസ്കാരം ഒഴിവാക്കി, അങ്ങനെയല്ല. നിർബന്ധമായ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ ഔറാദ് കൊണ്ടെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, കുറച്ച് തർബീൻ്റെ ഒക്കെ സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്നത്, ഇതൊക്കെ ബേസിക്കാണല്ലോ. ഈ ബേസിക്കൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ കൂട്ടണം തോന്നുകയാണ്. ആ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മടുപ്പിക്കുന്ന രൂപത്തിൽ കൂട്ടരുത്, നമുക്ക് താങ്ങാൻ പറ്റുന്ന കൂട്ടാവും. അത് നമ്മൾ രസത്തിനനുസരിച്ച് അത് കൂട്ടേണ്ടത്. കാരണം നമ്മൾ ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനോടുള്ളൊരു ഭയങ്കരമായൊരു മഹബത്ത്, അടുപ്പുണ്ടാവണം. അടുപ്പില്ലാതെ നമ്മളത് ചെയ്യുമ്പോൾ ഒരു മടുപ്പുണ്ടാക്കുക. അത് പാകമാവുന്നതിന് മുമ്പ് നമ്മൾ അതൊന്നും ചെയ്യരുത്. ഒരാൾ ഔറാദ് ചൊല്ലുന്നുണ്ട്, വദീഫ ചൊല്ലുന്നുണ്ട്, തർബിയത്തിൻ്റെ ദിക്റൊക്കെ ചൊല്ലുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, കുറച്ച് ഖുർആൻ ഓതുന്നുണ്ട്. ഇതാണ് അവൻ്റെ ബേസിക്കായ കാര്യം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ കൂട്ടേണ്ടത്
ഒഴിവുള്ള സമയത്തൊക്കെ സലാത്തുൽ ഫാത്തിഹയൊക്കെ ചെല്ലുക. പിന്നെ അവന് ഖുർആൻ ഓതണം, കുറച്ചും കൂടി ഖുർആൻ ഓതണം തോന്നുന്നുണ്ടോ, രസം ഫീൽ ചെയ്യണ പോലെ തോന്നുന്നുണ്ടോ, കുറച്ചൊന്ന് കൂട്ടി വെക്കുക മടുപ്പില്ലാത്ത രൂപത്തിൽ. അതുപോലെ സുന്നത്ത് നിസ്കാരവും നമ്മളിപ്പോൾ ഈ 50 റക്അത്തൊക്കെ ശൈഖ് അവർ പറഞ്ഞില്ല, അതൊക്കെ നമ്മൾ ചെയ്യുക. അത് വലിയ മടുപ്പില്ലാത്തൊരു സാധനമാണല്ലോ. അതിനും കൂട്ടണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, എന്നാലും കുറച്ചൊന്ന് കൂട്ടി വെക്കുക, അല്ലാതെ ഓവറാക്കരുത്. നോമ്പ് വെക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ, അങ്ങനെയാണെങ്കിലും നമ്മൾ മാസത്തിലെ 3 ദിവസത്തെ സുന്നത്തായ നോമ്പ് നോക്കുക, അല്ലെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് പോയിട്ട് വെക്കുക. എന്നും നാളെ മുതൽ എന്നും എൻ്റെ നെഫ്സെന്നും മെരുക്കട്ടെ എന്ന് വിചാരിച്ച് നാളെ മുതൽ നോമ്പ് വെക്കാമെന്ന് എന്നും വിചാരിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്താ, നമുക്കൊരു മടുപ്പുണ്ടാക്കും. നമുക്ക് അമലിൽ മടുപ്പുണ്ടായാൽ അള്ളാഹു നമ്മളോട് മടുക്കും. നമ്മൾ ഈ അമൽ ചെയ്യേണ്ട ഒരു മഹബത്ത് കൊണ്ടല്ലേ. ഒരു ആലോചിച്ച് നോക്കി, ഒരു ഭർത്താവ് വീട്ടിൽ വരിക, ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ ഹിദ്മത്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഉന്മേഷമില്ലാതെ അങ്ങനെ ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് എന്തൊക്കെയോ അങ്ങനെ കാട്ടിക്കൂട്ടാന്ന് കരുതുക. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് രാവിലെ വൈകുന്നേരം, പക്ഷേ ആ ചെയ്യണമൊക്കെ ഒരു മുഖത്തൊരു പ്രസന്നത ഇല്ലാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഓരോന്ന് ചെയ്യാതെ വെറുതെ ഇരുന്ന് പുഞ്ചിരിച്ചാൽ മതി എന്നേ ആ ഭർത്താവ് വിചാരിക്കുള്ളൂ. ഒന്ന് പുഞ്ചിരിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്യണ്ട. കാരണം ആ അമലുകളുടെ ഒക്കെ അടിസ്ഥാന മഹബത്തല്ലേ. നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യണമല്ലോ. ആ പെണ്ണ് നിർബന്ധമായി അവിടെ ഭർത്താവിന് ചെയ്യേണ്ട ഹിദമത്ത് ചെയ്യണം, മക്കളെ നോക്കണം, വീട് പരിപാലിക്കണം, ഇതൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടും കുറേ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ അത് സ്നേഹത്തോടു കൂടി ചെയ്താൽ മതി. ചെയ്യുന്നില്ലെങ്കിൽ ഇനി അത്ര സ്നേഹം അതിൽ ഫീൽ ചെയ്യുന്നില്ല, ചെയ്യണ്ട. അതേപോലെയാണ് നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ ഓവറാക്കിയിട്ട് നമുക്ക് താങ്ങാൻ പറ്റാത്ത എടുക്കരുത്, നമുക്ക് മടുപ്പുണ്ടാക്കും. നമ്മൾ ടേസ്റ്റ് അനുസരിച്ച്, നമുക്കതിനുള്ള മഹബത്ത് അനുസരിച്ച്, നമ്മൾ ഉള്ളിൽ അള്ളാഹു നിറച്ച് തന്നൊരു മഹബത്തുണ്ട്, അതിൻ്റെ തോതനുസരിച്ച് ഇങ്ങനെ കൂട്ടുക. അത് പിന്നെ രസം പിടിക്കണം. രസം പിടിച്ചാൽ പിന്നെ നമുക്കങ്ങനെ കൂട്ടി കൊണ്ടുവരും. പിന്നെ നമുക്കതല്ലാതെ വേറെ ഒന്നും രസം ഉണ്ടാവില്ല. പിന്നെ ഖുർആൻ ഓതുന്ന നമുക്ക് പ്രയാസം ഉണ്ടാവില്ല, നിസ്കരിക്കുന്ന പ്രയാസം ഉണ്ടാവില്ല, ദിക്റിൽ പ്രയാസം ഉണ്ടാവും. പിന്നെ എത്രയും ചൊല്ലാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ശരീരത്തിനെ പരിഗണിച്ചിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഖുർആൻ ഓതാനും ദിക്റെല്ലാനും സ്വലാത്തെല്ലാനൊക്കെ ഭയങ്കര ആനന്ദവും ആഹ്ലാദമായിരിക്കും, ഭയങ്കര രസമായിരിക്കും. രസം പിടിച്ചാൽ ഒക്കെ അല്ലേ, കാരണം അവിടെ മടുപ്പുണ്ടാവുന്നില്ലല്ലോ. ഇപ്പോൾ ഒരാൾ ഒരു ദിവസം ഒരു ഖത്തം ഖുർആൻ ഓതുന്നുണ്ടെന്ന് കരുതുക, അവിടെ ഖത്തം ഓതരുതെന്നൊന്നും പറയാൻ പറ്റില്ല, ഓനെ രസമുണ്ടോ ഓതാ. ഇപ്പോൾ ഒരു മുരീദ് ഒരിക്കൽ ഒരു മുഖദ്ദമനോട് ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ ഖുർആൻ ഓതുന്നുണ്ട്. അപ്പോൾ മുഖദ്ദം അവരോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ, അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ മുരീദ് പറഞ്ഞു ഷെയ്ഖിനോട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കതൊക്കെ ചെയ്യുമ്പോൾ രസമാണ് തോന്നുന്നത്. രസമാണോ, എന്നാൽ ചെയ്തോളൂ. കാരണം അതാണ് നമ്മുടെ ത്വരീഖത്തിൻ്റെ അടിസ്ഥാനം. ഇതൊക്കെ രസമാണോ, എന്നാൽ കൂട്ടിക്കോളും. മടുപ്പുണ്ടാകുന്ന രൂപത്തിൽ ചെയ്യരുത്. മടുപ്പുണ്ടാകുന്ന രൂപത്തിലാകുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക. കുറേ കഴിയുമ്പോൾ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വലിഞ്ഞ് നീങ്ങും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഒരു ദിവസം നമ്മൾ നിർത്തും. നിർത്തിയാൽ പിന്നെ നമ്മൾ തുടങ്ങൂല. ഉദാഹരണം, ഒരാൾ ഖുർആൻ ഓതാന്ന് വിചാരിച്ചു, ദിവസം ഒരു 1.5 ജുസോ ഖുർആൻ ഓതുന്ന ആളാണ്. അവന് ആഴ്ചയിൽ ഒരു ഹത്തൊക്കെ തീർക്കണം എന്നങ്ങ് വിചാരിച്ചു. ഓതാൻ തുടങ്ങുമ്പോൾ ഒരു ഭയങ്കര മടുപ്പുള്ള രൂപത്തിൽ ഓതുന്നത്, ഓതി കുറേ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടം വന്നാൽ, ഇപ്പോൾ ഒരു കല്യാണം വന്നു, എന്തെങ്കിലും ആവശ്യം വന്നു, ചിലപ്പോൾ തിരക്കായിട്ട് അത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഒഴിവാക്കുമ്പോൾ എന്തൊരു റാഹത്തുണ്ട് ഖുർആൻ ഓതാത്തതുകൊണ്ടെന്ന് ചിന്തിക്കും. പിന്നെ ആ ഖുർആൻ ഓതലിനെ ഉണ്ടാവില്ല. കാരണം ഖുർആൻ ഓതുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ വേദന ആയിരിക്കും. നമ്മളെ കുറവുകൊണ്ടാണ് അത് നമ്മൾ ചെയ്യരുത്. അതേസമയം നമുക്ക് ഖുർആൻ ഓതുമ്പോൾ ഭയങ്കര രസം കിട്ടുന്നുണ്ടെങ്കിലോ, അതൊരാഴ്ച കൊണ്ട് 1 ഹത്ത് ഓതിയാലും കുഴപ്പമില്ല, 2 ഹത്ത് ഓതിയാലും കുഴപ്പമില്ല. രാത്രിയൊക്കെ നിസ്കരിക്കാൻ ഭയങ്കര രസം കിട്ടുന്നുണ്ടോ, രാത്രി മുഴുവൻ ഹയാത്താക്കിയാലും കുഴപ്പമില്ല. രസത്തിനനുസരിച്ചായിരിക്കണം. ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാട്ടോ, ഒന്ന് ബേസിക് കാര്യങ്ങൾ മുടക്കാനല്ല പറയണത്, ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞിട്ട്. കാരണം അതിൻ്റെ മറ്റൊരു ഹദീസിൻ്റെ തുടർ ഭാഗത്ത് പറയുന്നുണ്ട്, ഹൈറുൽ അമലു അദ്വമുഹു വ ഇൻ കല്ല. ഏറ്റവും ഹൈറായ അമൽ എന്ന് പറയുന്നത് കുറഞ്ഞ തോതിലുള്ളതാണെങ്കിലും സ്ഥിരമായി നമ്മൾ സ്ഥിരമായി കൊണ്ടെടുക്കണേ നമ്മൾ മഹബത്ത് കൊണ്ട് കൊണ്ടെടുക്കുള്ളൂ. മറ്റേ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. സ്ഥിരമായി കുറഞ്ഞതാണെങ്കിലും സ്ഥിരമായി കൊണ്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ല അമൽ. മറ്റൊരു ഹദീസ് പറഞ്ഞത് കാണാം, അഖ്ലിസ് ദീനക്, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ ഇഖ്ലാസ് ഉള്ളവരാവണം. യക്ഫിക അൽ അമലു ഖലീൽ. കാരണം ദീനിൽ ഇഖ്ലാസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ അമൽ തന്നെ മതി. നിങ്ങൾ എന്ത് ചെയ്യണതോ അള്ളാഹ് വേണ്ടിയാണ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അള്ളാഹു മാത്രം, നിങ്ങളതിൽ ഒരു നഫ്സിൻ്റെ താല്പര്യമില്ല, ദേഹേച്ഛകളില്ല,
മറ്റുള്ളവരെ കാണിക്കണം എന്നില്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. ആര് കണ്ടാലും കണ്ടില്ലെങ്കിൽ ആ പണി ചെയ്തുകൊണ്ടേയിരിക്കും. ആ രൂപത്തിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറഞ്ഞതാണോ, കുറഞ്ഞതായാലും മതി, കുറേ വേണമെന്നില്ല. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. നമ്മൾ ഇത് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എന്ത് അനുകൂലമായ സാഹചര്യമാണെങ്കിലും അല്ലെങ്കിലും ഒരേ തീവ്രതയിൽ, ഒരേ രസത്തിൽ, ഒരേ ആനന്ദത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറഞ്ഞതാണെങ്കിൽ മതി, കുറേ വേണമെന്നില്ല. ഇനി പറയുന്ന ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കണേ. വനഹാക്കാനി തനഫുൽ, അതുപോലെ തന്നെ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. ഫി മൗദുഇൽ ഫർള് നിസ്കരിക്കുന്ന അതേ സ്ഥലത്ത് സുന്നത്ത് നിസ്കരിക്കരുത്. അപ്പോൾ ആണുങ്ങൾക്കൊക്കെ ഇത് പലപ്പോഴും ചെയ്യാറ് ഉണ്ടാവും, നിസ്കരിക്കാൻ. കാരണം പള്ളിയിലൊക്കെ ഫർള് നിസ്കരിച്ച് കഴിഞ്ഞാൽ മാമൂമികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമല്ലോ. പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, എനിക്കറിയില്ല. അതായത് ഫർള് നിസ്കരിക്കുന്ന ആ മുസല്ല ഒന്ന് മാറി വേറെ സ്ഥലത്തേക്ക് മാറിയിട്ട്, ഫുള്ള് മാറണമെന്നില്ല, കുറച്ചൊന്ന് മാറിയിട്ട് സുന്നത്ത് നിസ്കരിക്കാറുണ്ടോ? ഞാൻ നഹാക്കാനി തനഫുൽ ഫി മൗദിയിൽ ഫർള് നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ആവരുത് സുന്നത്ത് നിസ്കരിക്കുന്നത്. അപ്പോൾ അമറക്ക ബി തനാഹി കലീലൻ, കുറച്ചൊന്ന് മാറിയിട്ടാണോ ആവണം നമ്മൾ സുന്നത്ത് നിസ്കരിക്കേണ്ടത്. അതാണ് നമുക്ക് കൽപ്പിക്കപ്പെട്ടത്. ലിയ തമയ്യസ ഫർളു ബിൻ ഐലിഹി, എന്തിനാണത്? ഫർള് നിസ്കാരം മറ്റുള്ളതിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനാണ്. ഫർളിന് വേറെ തന്നെ നമുക്ക് മനസ്സിലാവണം, സുന്നത്ത് പോലെ ആവരുത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഫർള് സുന്നത്തെ കുറച്ച് വേഗത്തിൽ നിസ്കരിക്കുക. കാരണം ഫർളാണ് സുന്നത്താന്ന് മനസ്സിലാവണം. ഫർള് കുറച്ച് കാര്യമായിട്ട് നല്ല ചിട്ടയോടുകൂടി കുറച്ചും കൂടി സ്ലോ ആവാം, സുന്നത്ത് കുറച്ച് സ്പീഡാവാം. മാത്രമല്ല ഫർള് കുറച്ച് ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ, ആ സ്ഥലത്ത് നിന്ന് പിന്നെ സുന്നത്ത് നിസ്കരിക്കരുത്, കുറച്ച് മാറി നിന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുക. കാരണം മറ്റൊരു കാരണം കൂടി പറയുന്നതാണ് കേട്ടോ, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ സാധനം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് ഒരു അനുഭവത്തിൽ വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. ഫൈന ഹദ്റത്തുൽ ഫർള് അലീമത്തുൽ ജലാൽ, കാരണം ഫർള് നിസ്കാരത്തിൻ്റെ ഹദ്റത്ത് എന്ന് പറയുന്നത് ജലാലിൻ്റെ ഹദ്റത്താണ്, അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ ഹദ്റത്താണ് ഫർള് നിസ്കാരം. ഫലോ ഇസ്തർസലത്തിൽ നവാഫിലുൽ ഫർള്, ആരെങ്കിലും ഫർള് നിസ്കാരത്തിൻ്റെ കൂടെ തന്നെ സുന്നത്ത് നിസ്കരിച്ചാൽ, അത് രണ്ട് രൂപത്തിൽ കൂടെയാവാം. ഒന്ന് ഫർള് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ സുന്നത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഫർള് നിസ്കാരിച്ച സ്ഥലത്ത് തന്നെ സുന്നത്ത് നിസ്കരിക്കാം. ഇത് ചെയ്താൽ ലറുബ്ബമാ ദഹലത്തിൽ ഹദ്റത്തു ബിൽ ഫസ്ൽ, അവന് ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്തായാലും ചിലപ്പോൾ ക്ഷീണത്തോട് ഉന്മേഷം കുറഞ്ഞിട്ടായിരിക്കും. സുന്നത്ത് നിസ്കരിക്കാൻ ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പോൾ സുന്നത്ത് നിസ്കരിക്കാൻ ഉന്മേഷം വേണോ, അതിൽ രസം വേണോ എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ സുന്നത്ത് നിസ്കരിക്കാവും. അപ്പം തന്നെ നിസ്കരിക്കരുത്. അപ്പം തന്നെ നിസ്കരിച്ചാൽ ഫർളിനോട് ഇങ്ങനെ ചേർന്ന് വരുന്നതുകൊണ്ട് ആ ഫർളിൻ്റെ ജലാല് സുന്നത്തിലേക്ക് പകർന്നു വരും. അപ്പോൾ ആ സുന്നത്തിന് നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടും, ഒരു ഉന്മേഷം കുറയും, സുന്നത്ത് എന്തോ ഒരു പ്രയാസമുള്ള പോലെ തോന്നും. അപ്പോൾ ഫർള് നിസ്കരിച്ച് ഉടനെ സുന്നത്ത് നിസ്കരിക്കരുത്. ഫർള് നിസ്കരിച്ച് കുറച്ച് ദിക്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുക, ഒന്ന്. രണ്ടാമത്തത്, ആ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് തന്നെ നിസ്കരിക്കരുത്, കുറച്ചൊന്ന് മാറി നിസ്കരിക്കുക. കാരണം ഫർളിൻ്റെ ജലാലിൻ്റെ ഹദ്റത്തല്ലേ, അവിടെ നിന്ന് തന്നെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആ ജലാലിലേക്ക് പകർന്നു വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് മാറി നിസ്കരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സുന്നത്ത് ഒരു ക്ഷീണം ഉണ്ടാക്കില്ല, ആ സുന്നത്ത് ഒരു ഉന്മേഷം കുറയ്ക്കുകയില്ല. അതേസമയം നമ്മൾ അതേ സ്ഥലത്ത് ഇരുന്നിട്ട് ഫർള് നിസ്കരിച്ച് വേഗം നമുക്ക് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാണ്ടായി എണ്ണം തയ്ക്കാൻ വേണ്ടി ഓടി അവിടെ നിന്ന് തന്നെ സുന്നത്ത് നിസ്കരിച്ച് എന്താ സംഭവിക്കാം? നമുക്ക് ഭയങ്കര ക്ഷീണം വരും, പ്രയാസം വരും. അപ്പം നമ്മൾ വിചാരിക്കും, അല്ലോ എന്ത് പ്രയാസമാണ് ഈ സുന്നത്ത് നിസ്കാരം എന്ന് വിചാരിച്ചു പോകും. എന്തുകൊണ്ടാണ്? അത് ഫർളിലേക്ക് ചേർത്ത് വെക്കുന്നതുകൊണ്ടാണ്. വേറെ സമയത്ത് വേറെ സ്ഥലത്തായിട്ട് നിസ്കരിച്ചാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഒമാ തഖറബ അഹദൻ ഇല്ലല്ലാഹി ബിമിസ്ലി മാ ഇഫ്തറദ അലൈഹി. ഒമാ തഖറബ അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഒരാളും അടുക്കൂല. ബിമിസ്ലി മാ ഇഫ്തറദ അലൈഹി, ഫർള് നിസ്കാരത്തെ കൊണ്ട് പോലെ അല്ലാതെ, അതായത് ഫർള് നിസ്കാരത്തെ പോലെയുള്ള ഒന്നല്ലാതെ ആരും അള്ളാഹിലേക്ക് അടുക്കൂല. ഫർള് നിസ്കാരം കൊണ്ടാണ് അള്ളാഹിലേക്ക് ഒരു മനുഷ്യൻ അടുക്കുക. സുന്നത്തൊക്കെ അതിലേക്ക് ചേർത്തി വെക്കുന്ന കുറേ ഡെക്കറേഷൻസാണ്. ഫർള് നിസ്കാരം ഏറ്റവും നന്നാക്കുക, സുന്നത്ത് അതിലേക്ക് ചേർത്തി ഇങ്ങനെ വെക്കുക. അത് അപ്പോൾ ഫർള് നിസ്കാരം വേറെ വേറെ കാണണം. ഇത് ഫർളാണ്, ഇത് സുന്നത്താണെന്ന് അനുഭവപ്പെടണം. അതുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ ഈ തറാവി നിസ്കാരം ഒക്കെ
തറാവി നിസ്കരിച്ച ഉടനെ തന്നെ നമ്മളിപ്പോൾ വൈകിയൊക്കെ തറാവിക്ക് കയറി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. തറാവി നിസ്കരിച്ച് ഫർള് ഇശാ നിസ്കരിച്ച് തറാവി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനും പിന്നെ ഫർള് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. വേഗം ഫർള് നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ സലാം വീട്ടിൽ തന്നെ തറാവിക്ക് കയറി വെക്കും. ആ തറാവി ഭയങ്കര മടുപ്പുണ്ടാക്കുന്ന തറാവി ആയിരിക്കും. കാരണം ഫർള് നിസ്കരിച്ചതിന് തൊട്ട പിന്നിലാണ് തറാവി നിസ്കരിക്കുന്നത്. ഫർള് നിസ്കരിച്ച് ഫർളിൻ്റെ ദിക്റുകളും അതിന് ശേഷമുള്ള ദിക്റും കുറച്ച് ദിക്റൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് നിന്നിട്ട് തറാവി നിസ്കരിക്കുമോ. അങ്ങനെ ആകുമ്പോൾ ഒരു മടുപ്പുണ്ടാവില്ല. അപ്പോൾ ഫാത്തിഹത്തു വാഹിദത്തുൻ ബിത്തർത്തീൽ, ഫാത്തിഹ നല്ല ഒരു ഫാത്തിഹ ബിത്തർത്തീൽ നല്ല രൂപത്തിൽ ഓതുന്നത്, ഫർള് നിസ്കാരത്തിൽ നല്ല രൂപത്തിൽ ഓതുന്നത് അഫ്ളലു മിൻ അൽഫി നാഫില, അത് 1000 പ്രാവശ്യം സുന്നത്തിൽ ഫാത്തിഹ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ഫയജിബു അലൈക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് നിർബന്ധമാണ് തസ്ഖീലു ഹൈഅത്തി സ്വലാഹ, നിസ്കാരത്തിന് അതിൻ്റേതായൊരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധം. റുക്കൂഅൻ വ സുജൂദൻ വ ഖിറാഅത്തൻ, അതിലെ റുക്കൂവിന്, അതിലെ സുജൂദിന്, അതിലെ ഖിറാഅത്തുകൾക്ക്, അത് ഫാത്തിഹ ഓതുക, ആ ഫാത്തിഹ ഓതുന്ന വിഷയത്തിലും അതുപോലെ അത്തഹിയാത്ത് ഓതുന്ന വിഷയത്തിലും സുജൂദിനും റുക്കൂവിനും ഒക്കെ അതിൻ്റേതായ ഒരു ചിട്ടുണ്ട് ദീന് പഠിപ്പിച്ച്. ആ രൂപത്തിൽ അതിന് ചെയ്യണം. ബിഹൈസു തഖ്റുജുൽ ഹുറൂഫി ഫി മഹല്ലിഹ, ഫാത്തിഹയിലൊക്കെ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹയൊക്കെ അതിൻ്റെ അതിൻ്റെ സ്ഥലത്തുനിന്ന് ഉച്ചരിച്ചുകൊണ്ട്, ഇപ്പോൾ ഫാത്തിഹേൻ്റെ ഓരോ മഹ്റജ് ഉണ്ടാവുമല്ലോ, അത് ഓതുന്നതിനൊരു മഹ്റജില്ലേ, അതിൽ പരമാവധി ഉച്ചരിച്ച് നന്നാക്കിയിട്ട് തന്നെ ഫാത്തിഹ ഓതാൻ ശ്രമിക്കണം. ഫമൻ നക്കറ സ്വലാത്ത, ആരെങ്കിലും ഇങ്ങനെ നക്കറ് എന്ന് പറഞ്ഞാൽ കൊത്തുന്നത് പോലെ എന്നാ, അതായത് പക്ഷികളൊക്കെ ഇങ്ങനെ കൊത്തൂലേ, നമ്മളിപ്പോൾ ഒരു കോഴിക്കൊക്കെ തീറ്റിട്ടെടുത്താൽ കോഴി ഇങ്ങനെ കൊത്തുന്നത് കാണല്ലേ, അങ്ങനെ കൊത്തുന്നത് പോലെ ആരെങ്കിലും നിസ്കരിച്ചാൽ, അതായത് സുജൂദിനൊരു സമയം കൊടുക്കുന്നില്ല, സുജൂദിന് 3 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലാനുള്ള ഒരു സമയം ഉണ്ടാവണമല്ലോ, ആ സമയം കൊടുക്കണം. ആ കൊടുത്തിട്ട് എണീക്കാവും. ആ കൊടുക്കുന്നില്ല വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു പക്ഷി കൊത്തുന്ന പോലെയാണ് അവന് നിസ്കരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അബ്തലഹ, അവൻ്റെ നിസ്കാരം ബാത്തിലാവും. വാഹലക്ക, അതുകൊണ്ട് അവൻ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. ഫമൻ അജ്ജല തബുത്തുൽ, അതുപോലെ തന്നെ ആരെങ്കിലും നിസ്കാരത്തിലേക്ക് ഇങ്ങനെ വേഗത കൂട്ടിയാൽ, ഭയങ്കര സ്പീഡ് കൂട്ടുക, അങ്ങനെ ചെയ്താൽ അതും അവൻ്റെ നിസ്കാരം ബാത്തിലാക്കി കളയും. ഖൈറുൽ ഉമൂരി ഔസത്തുഹ, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല കാര്യം മധ്യ സ്വഭാവമൊക്കെ, ഓവർ സ്പീഡാക്കുകയും ചെയ്യരുത്, ഓവർ പതുക്കെ ആക്കരുത്. ഓവർ പതുക്കെ ആക്കിയാൽ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഓതിയെന്ന് കരുതിയ, അത് നമ്മൾ എന്താക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ നിസ്കാരത്തിന് വേണ്ട ഒരു ഖുശൂ ഒന്നും കൊണ്ടുവരാനായി പറ്റൂല. അതായത് നമുക്ക് ഒരുപാട് വേറെ ചിന്തകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു മധ്യ സ്പീഡ് വെക്കുക എല്ലാത്തിനും. അങ്ങനെ ആകുമ്പോൾ നമ്മളതിന് വേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്തു, എന്നാൽ നമുക്ക് മറ്റ് ചിന്തകളൊന്നും വരാതെ നിസ്കാരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഒരു മധ്യ സ്വഭാവം അതിന് കൊണ്ടുവരാം. വജറത്തിൽ ആദ, നമ്മുടെ അനുഭവം കാണിക്കുന്നത് അന്നമൻ അസ്റ ഫിൽ അമൽ, ഏത് വിഷയത്തിലും ആരെങ്കിലും തിരക്ക് പിടിച്ചാൽ അബ്തല ഇത്ഖാനുഹു, അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. എന്ത് വിഷയമാണെങ്കിൽ തിരക്ക് പിടിച്ചൊരു കാര്യം ചെയ്താൽ അത് പൂർത്തിയാക്കാൻ പറ്റില്ല. നമുക്ക് ശരി തന്നെയല്ലേ, നമ്മൾ എന്ത് കാര്യം സാവകാശത്തിൽ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇരുന്ന് ഒരു സമയം അതിന് മാറ്റി വെച്ച് ആ സമയത്ത് അതിന് ചിട്ടയോട് കൂടി ചെയ്താൽ പൂർത്തിയാക്കാൻ പറ്റും. തിരക്ക് പിടിച്ചൊരു കാര്യം ചെയ്തൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ. കാരണം അന്നമൻ അസ്റാ ഫിൽ അമൽ, ഏതൊരു വിഷയത്തിലും തിരക്ക് കൂട്ടിയാൽ അബ്തല ഇത്ഖാനഹു, അതിനെ പൂർത്തീകരിക്കുന്നത് നമുക്ക് സാധിക്കില്ല. വഖദ് ജറബ്നാഹു ഫി ഉമൂരി അൻഫുസിന, ഇത് നമ്മൾ അനുഭവമാണ് ഈ കാര്യം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വ ഉന്നാസു സരിഖത്തൻ, കള്ളന്മാരിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കള്ളൻ അല്ലദീ യസ്രിഖു സലാത്തുഹു, അവൻ്റെ നിസ്കാരത്തിൽ കക്കുന്നവനാണ്.
നിസ്കാരത്തിൽ കക്കുന്നവനാണെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ വേണ്ട അർക്കാനുകൾ, അതിൻ്റെ നിബന്ധനകളൊക്കെ കക്കുന്നവനാണ്. ഐ യഹ്ഫദു അർക്കാനഹ, യഖ്തഫു അർക്കാനഹ, അതായത് അതിൻ്റെ റുക്നുകൾ, അതായത് ഫാത്തിഹ ഓതുക, അത്തഹിയാത്ത്, പിന്നെ സുജൂദ്, റുക്കൂ, അതിലൊക്കെയുള്ള അടക്കം, ഇതൊക്കെ എടുത്ത് കളയുന്നവനാണ്. ഫാത്തിഹ നന്നായിട്ട് ഓതൂല, അത്തഹിയാത്ത് നന്നായിട്ട് ഓതൂല, റുക്കൂവിന് ഒരു അടക്കം കൊടുക്കൂല, സുജൂദിന് അടക്കം കൊടുക്കൂല. ഇങ്ങനെ അത് ഒഴിവാക്കിയവനാണ് ഏറ്റവും വലിയ കള്ളൻ. വതഅമ്മൽ, നിങ്ങൾ ചിന്തിക്കണം, ഈ ഖദിയ്യത്തിൽ മുസീഉ സലാ, മോശ രൂപത്തിൽ നിസ്കരിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് ഹൈസു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇർജി, നിങ്ങൾ മടങ്ങിപ്പോവുക, ഫസൊല്ലി ഇർജി ഫസൊല്ലി ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ മടങ്ങിപ്പോയിട്ട് പിന്നെ നിസ്കരിക്കുക, കാരണം നിങ്ങൾ നന്നായിട്ട് നിസ്കരിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ വിശ്വാസങ്ങൾ പള്ളിയിൽ വന്നു നിസ്കരിച്ചു. അപ്പോൾ മുമ്പ് ഭയങ്കര റുക്കൂവൊന്നും അതിൻ്റെ അടക്കം കൊടുക്കുന്നതല്ല, ഭയങ്കര സ്പീഡ്. അപ്പോൾ വിശ്വാസങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാറ്റി നിസ്കരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഫറജാ ഫഹഫഫ, അങ്ങനെ അദ്ദേഹം പോയി വീണ്ടും നിസ്കരിച്ചു. വീണ്ടും നിസ്കരിച്ചപ്പോഴും റുക്കൂവിനും സുജൂദിനും ഒന്നും ഇതില്ല, ഭയങ്കര സ്പീഡ് തന്നെ. റുക്കൂവും സുജൂദിനും സമയം കൊടുക്കണില്ല. വളയ്യ റുക്കൂ, പ്രത്യേകിച്ചും റുക്കൂവിന് അവൻ പരാജയപ്പെട്ടു, റുക്കൂവിനെ കളയുന്ന രൂപത്തിൽ നിസ്കരിച്ചു, അതായത് റുക്കൂവിന് വേണ്ട സമയം കൊടുത്തില്ല. സുമ്മക്കാലഹു, അപ്പോൾ സുദാസങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്ന ലം തുസല്ലി, വീണ്ടും പോയി നിസ്കരിച്ചു തരാൻ പറഞ്ഞു. സലാസൻ, ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചു. സുമ്മക്കാലൽ മുസീ, അങ്ങനെ ആ മോശപ്പെട്ട രൂപത്തിൽ നിസ്കരിച്ച മനുഷ്യൻ പറഞ്ഞു, ലാ ഹുസൈൻ ഐറഹാദ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് എനിക്ക് ഇതിനേക്കാൾ നന്നായിട്ട് നിസ്കരിക്കാൻ അറിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് പറഞ്ഞു. ഫഅല്ലമഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ വിശ്വാസങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സലാത്തൻ മുത്തഖനത്തൻ, ഏറ്റവും സമ്പൂർണ്ണമായ രൂപത്തിലുള്ള നിസ്കാരത്തെ. അലാ നഹവി സ്വലാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നിസ്കാരത്തെക്കുറിച്ച് വിശ്വാസങ്ങൾ പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങളെങ്ങനെയാണോ ഞാൻ നിസ്കരിക്കുന്നതായിട്ട് കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. വഖിസ് അലൈഹി സായിർ അഫ്ആലി, ഇതുപോലെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത്. ഐ ഇഫ് അലു കമാ റഅയ്തുമൂനി അഫ്അൽ, ഞാൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ നിങ്ങളൊക്കെ പ്രവർത്തിക്കണം എന്നാണ് വിശ്വാസങ്ങൾ പറഞ്ഞത്. വത്രുക്കു കമാ റഅയ്തുമൂനി അത്രുക്ക്, ഞാൻ എങ്ങനെയാണോ ചില കാര്യങ്ങൾ ഒഴിവാക്കിയത് അതുപോലെ നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. വഫീഹി കുഫായ, ഇത് മതി എല്ലാ വിഷയത്തിനും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്പീഡിൽ നിസ്കരിക്കുന്നതിന് റുക്കൂവിന് സുജൂദിന് സമയം കൊടുക്കുന്നില്ല, ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹയ്ക്ക് സമയം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഷെയ്ഖെ കുറിച്ച് സ്പീഡിലാണല്ലോ നിസ്കരിക്കുന്നത്. ഞാനിത് വിശദീകരിച്ചതാണ്. ഒരു മാലിക്കി മദ്ഹബ് അനുസരിച്ചാണ് നിസ്കരിക്കുന്നത്. അവിടെ പിന്നെ അവർക്ക് ഖിറാഅത്ത് നിർബന്ധമല്ല, മാമൂമിന് ഖിറാഅത്ത് നിർബന്ധമല്ല, ഇമാമ് മാത്രം ഖിറാഅത്ത് ഓതിയാൽ മതി. റുക്കൂവിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് ചൊല്ലേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഇഅ്തിദാലിൽ അവർക്കൊന്നും ചെല്ലാനില്ല, പിന്നെ മഹ്മൂമിനൊന്നും ചെല്ലാൻ, റബ്ബന സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ റബ്ബന ലക്കൽ ഹംദ് മഹ്മൂമിന് ചെല്ലാനില്ല, വേറൊന്നും ചെല്ലാനില്ല. അപ്പോൾ റുക്കൂ പോയി സമയം കൊടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർ സമയം കൊടുക്കുക എന്തായാലും അത് ചൊല്ലാനല്ലേ. ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ ചെല്ലാനുണ്ട്. അപ്പോൾ ഓല് ഇഅ്തിദാലിലേക്ക് വന്ന് പെട്ടെന്ന് സുജൂദിലേക്ക് പോകും, കാരണം അവർക്കൊന്നും ചെല്ലാനില്ല അതിൽ. അപ്പോൾ നമ്മൾ ചൊല്ലാൻ കാത്തിക്കുമ്പോൾ ഒരു സുജൂദിൽ എത്തിയിട്ടുണ്ടാവും. നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോൾ സുജൂദിന് ഒരു എണീറ്റുണ്ടാവും. ആ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ ആല എന്നേ പറയേണ്ടതുള്ളൂ അവർക്ക്. സുബ്ഹാന റബ്ബിയൽ ആല, സുബ്ഹാന റബ്ബിയൽ ആല 3 പ്രാവശ്യം ചൊല്ലേണ്ടേ ഉള്ളൂ. ആ ചൊല്ലുന്ന സമയത്തെങ്കിൽ നമ്മളവിടെ എത്തിയിട്ടുണ്ടാവില്ല സുജൂദിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ ആല വബിഹംദിഹി എന്ന് ചൊല്ലുമ്പോഴത്തേക്ക് ഓല് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലൊക്കെ കാര്യമായി ചൊല്ലേണ്ടതില്ല, ഒന്ന് ഇരുന്നാൽ മതി. ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 വാക്കൊക്കെ ചൊല്ലാനുള്ളൂ, നമുക്ക് കുറേ ചൊല്ലാനുണ്ട്. അപ്പോൾ ഒരു സുജൂദ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇരിക്കും, ഇരുന്നിട്ട് വീണ്ടും സുജൂദിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സുജൂദിലേക്ക് പോയി എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരടുത്ത സുജൂദ് കയറിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ സുജൂദിലും നമുക്ക് ചൊല്ലാനുള്ളതിനേക്കാൾ കുറച്ച് അവർക്ക് ചൊല്ലാനുള്ളൂ. പിന്നെ ഒരു നേരെ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ നമുക്ക് തോന്നും ഒരു ഭയങ്കര സ്പീഡിലാണ് നിസ്കരിക്കുന്നത്. ഒരു സ്പീഡിൽ നിസ്കരിക്കുന്നില്ല. ഇതിനൊക്കെ റുക്കൂവിനും സുജൂദിനും അത്തഹിയാത്തിനും ഖിയാമിന് ചൊല്ലേണ്ട ഫാത്തിഹക്കും ഇതിനൊക്കെ സമയം കൊടുക്കുന്നത്. ഷാഫി മദ്ഹബിലായ നമ്മൾക്ക് അത്ര സമയം മതിയാവില്ല, കുറച്ചും കൂടി കൂടുതൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ 2 കാര്യം ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ മാലിക്കാവുക, എന്നിട്ട് അതുപോലെ നമ്മൾ നിസ്കരിക്കാം.
അല്ലെങ്കിൽ നമ്മൾ ഷാഫിയായി നിന്നുകൊണ്ട് അതുപോലെ നിസ്കരിക്കരുത്. ഷാഫിയായി നിന്നുകൊണ്ട് നമ്മൾ ഷാഫി ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലുക. ഷാഫി ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് അതുപോലെ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. കാരണം നമ്മൾ ചൊല്ലാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. എത്തിദാലിനെ കൊണ്ട് ചൊല്ലുമ്പോൾ ഓരോ സ്പീഡിൽ പോയും നമ്മൾ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമല്ലേ. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോയി അതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ നമ്മൾ ചൊല്ലേണ്ടതൊക്കെ നമ്മൾ ചൊല്ലിയും വേണം, എന്നിട്ട് ഓരോ സ്പീഡിൽ പോയി എന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഇതിനെ നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ഷേഖന്മാർ നമ്മൾ ഷെഹുലൈ തങ്ങളാണെങ്കിലും ഹബീബ് ഉസ്താദ് തങ്ങളാണെങ്കിലും അവരൊക്കെ അവരുടെ മദ്ഹബ് അനുസരിച്ചാണ് നിസ്കരിക്കുന്നത്. നമ്മൾ അവരെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അവരെ മദ്ഹബാവുക, അല്ലെങ്കിൽ നമ്മളെ മദ്ഹബ് അനുസരിച്ച് നമ്മൾ നിസ്കരിക്കുക, അവരെ മദ്ഹബിനെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുക. അത് ഏറ്റവും അഫ്ദലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. രണ്ടിൻ്റെ ഇടയിൽ നിൽക്കരുത്. നമ്മൾ മദ്ഹബ് ഫോളോ ചെയ്തുകൊണ്ട് ഓരോ സ്പീഡാക്കാൻ നിന്നാൽ നമ്മൾ നിസ്കാരം ബാത്തിലാവാനുള്ള ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ നഫ്സ് അല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. അമ്മ ഇനി അലാമൻ യുസല്ലി ബിന്നാസ്, പിന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് അലാമൻ യുസല്ലി ബിന്നാസ്, ജനങ്ങളെ ഇമാമായിട്ട് നിസ്കരിക്കുന്ന ആൾ. ഫൽ യുഹഫിഫ്, അവനെന്ത് ചെയ്യണം, അതിനെ ചെറുതാക്കണം, അതിനെ വലുതാക്കി നിസ്കരിക്കരുത്, കുറച്ച് ഷോർട്ടാക്കണം. ഫൈന മിൻകും ലൈഫ്, കാരണം അവരെ കൂട്ടത്തിലുണ്ട് ലൈഫ്, ബലഹീനരായ ആൾക്കാർ, കവി ശക്തരായ ആൾക്കാരും, വദൽ ഹാജ ആവശ്യക്കാരും ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് ഹോസ്പിറ്റൽ കേസിനൊക്കെ പോയി വന്ന് നിസ്കരിക്കാൻ നിൽക്കുന്നവരുണ്ടാവും. പ്രത്യേകിച്ച് അങ്ങാടിയിലൊക്കെ ഉള്ള പള്ളികൾ, ടൗണിലൊക്കെ ഉള്ള പള്ളികൾ, ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ഉള്ള പള്ളിയിലൊക്കെ നീട്ടി വലിച്ച് നിസ്കരിക്കരുത്. കാരണം അവിടെ പല ആവശ്യത്തിൽ വരുന്ന അർജൻറ്റ് വിഷയത്തിനൊക്കെ വരുന്നവരായിരിക്കും. ഹോസ്പിറ്റലിൽ ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടുണ്ടാവും, ഇദ്ദേഹം ഒന്ന് നിസ്കരിക്കാൻ വന്നായിരിക്കും. അപ്പോഴായിരിക്കും മൂപ്പര് അൽബക്കറൊക്കെ ഓതി തുടങ്ങുന്നത്. എങ്ങനെ ഇയാൾ നിസ്കരിക്കാൻ പിന്നിലോ അവരെ ബുദ്ധിമുട്ടിക്കല്ലേ. ബലഹീനരായ ആൾക്കാരുണ്ടാവും, അതിൽ വയസ്സന്മാരുണ്ടാവും. അപ്പം അവരെ ഇമാമത്ത് നിൽക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹദീസോ, അപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ, ഈ ഹദീസുള്ളപ്പോൾ എങ്ങനെ കുറച്ച് സ്പീഡിൽ നിസ്കരിക്കണം എന്നല്ലേ വരിക എന്ന് ചോദിച്ചു. അപ്പോൾ അതല്ല, മഹാനവകൾ വിശദീകരിക്കുക. മഹല്ലുഹു തതവീൽ സൂറത്ത് നീട്ടി ഓതുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വജിയാദത്തുൻ കസീറത്തുൻ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ കൂട്ടുന്നതും. ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ട് നീട്ടി ദിക്ർ ചൊല്ലുക, കുറേ ദിക്ർ ചൊല്ലുക, സൂറത്ത് കുറേ നീട്ടി ഓതുക, ഇതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഹാരിജത്തുൻ അല ഹദ്ദി സലാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച അളവിൻ്റെ അപ്പുറത്ത് അതിന് മറികടന്നിട്ട് പിന്നെയും കുറേ നിസ്കരിക്കുക. വിശ്വാസങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോൾ ഒരു ഇമാമത്തിന് ഒരളവ് നിശ്ചിച്ചിട്ടുണ്ടാവുമല്ലോ, അതും കഴിഞ്ഞ് പരിധി കഴിഞ്ഞ് വീണ്ടും നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കാല സയ്യിദുന മൗലാന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, വറല്ലാഹു ലിബ അലി അയിമ്മത്തി, ഒരു ഇമാം ഉണ്ടായിരുന്നു. അദ്ദേഹം അതാല ഹൈഹത്തുസ്സലാ, നിസ്കാരത്തിൽ ആ നൃത്തമൊക്കെ ഭയങ്കര കൂട്ടി. നിസ്കാരത്തിൽ നൃത്തവും റുക്കുമൊക്കെ പെരും കൂട്ടൽ, സാധാരണ നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ കൂട്ടി. ലമ്മ റാവു ഷെയ്ഖ് റളിയല്ലാഹു അൻഹു യുസല്ലി മിൻ വറാഹി, അങ്ങനെ ആ ഇമാമിൻ്റെ പിന്നിൽ സയ്യിദുന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. അപ്പോൾ നിസ്കരിച്ചപ്പോൾ മൂപ്പരിങ്ങനെ നീട്ടി നിസ്കരിക്കണം കണ്ടു. എന്ത് സയ്യിദുന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹാ കഥ സലാത്തുക കുല്ലഹ, നിങ്ങളെല്ലാം നിസ്കാരം ഇതുപോലെയാണോ എന്ന് ചോദിച്ചു. ഇങ്ങനെ തന്നെയാണോ എല്ലാ നിസ്കാരം നിസ്കരിക്കുകയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, അല്ല, ഞാനിങ്ങനെ എല്ലാ നിസ്കാരവും ഇങ്ങനെയല്ല നിസ്കരിക്കുന്നതാണ്. ഫക്കാല ലഹു, അപ്പോൾ സയ്യിദുന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആയിദ് സലാത്തക മിൻ ബുലൂഇക്, നിങ്ങൾ കാര്യം ചെയ്തേക്ക്, നിങ്ങൾക്ക് പ്രായപൂർത്തിയായ മുതൽ ഇവിടെ വരെയുള്ള എല്ലാ നിസ്കാരം മാറ്റി നിസ്കരിച്ചേക്ക്. അതായത് അവർക്ക് തർബിയത്തായിക്കൊണ്ട് പറഞ്ഞതാണ്. എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളിങ്ങനെ ഇമാമത്ത് നിസ്കരിക്കുമ്പോൾ നീട്ടി വലിച്ചിങ്ങനെ നിസ്കരിക്കുക. ഒറ്റക്കാണെങ്കിൽ ചടപടാ നിസ്കാരം, അങ്ങനെയല്ല. നമ്മൾ സാധാരണ നിസ്കരിക്കണം അങ്ങനെ, അതുപോലെ തന്നെ ഇമാമത്ത് നിൽക്കുമ്പോൾ നിസ്കരിക്കേണ്ടത്. അതിനർത്ഥം സാധാരണ നിസ്കരിക്കുന്ന ഭയങ്കര സ്പീഡിലാണെങ്കിൽ ഇമാമത്ത് നിസ്കരിക്കുമ്പോൾ സ്പീഡാക്കണം എന്നല്ല. സാധാരണ നിസ്കരിക്കുമ്പോഴും ഒരു നോർമൽ സ്പീഡ് നമ്മൾ കൊണ്ടുവരാവും. ആ നിസ്കാരത്തിൻ്റെ സ്പീഡ് തന്നെ ഇമാമത്ത് നിൽക്കുമ്പോഴും കൊണ്ടുവരാം. അല്ലാതെ ഇമാമത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ സ്പീഡ് കുറയലുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ഒരു ഇഖ്ലാസ് കൂടൽ, സോ കോൾഡ് ഇഖ്ലാസ് കൂടൽ, അത് വേണ്ട എന്നാണ് പറഞ്ഞത്. ആ കാരണം അത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സയ്യിദുന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ മൂപ്പരോട് പറഞ്ഞത് എന്താണ്, നിങ്ങൾ പ്രായപൂർത്തിയായ മുതലുള്ള മൊത്തം മാറ്റി നിസ്കരിച്ചോളി എന്ന് പറയാൻ കാരണം എന്താ,
പ്രായപൂർത്തിയാക്കിയ മുതൽ ഇതുവരെ മൂപ്പർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിസ്കരിച്ചെന്നല്ല എനിക്ക് മനസ്സിലാവണത്. അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ച നിസ്കാരം അള്ളാഹ് സ്വീകരിക്കില്ലല്ലോ. ആ കാരണം കൊണ്ടാണ്. അപ്പോൾ തഅയ്യിൻ അലൈക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാധ്യതയാണ് അന്തുസല്ലി മിസല സലാത്തി ജാവിയത്ത് സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ജാവിയയിൽ എങ്ങനെയാണ് നിസ്കരിക്കുക അതുപോലെ നിസ്കരിക്കുക എന്ന് പറയുന്നത്. ബിഫാസി ദമാനിന, നമ്മുടെ കാലത്ത് ഫാസിൽ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജാവിയയിൽ എങ്ങനെയാണ് നിസ്കരിക്കുക അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഫൈനഹ ബാഖിയത്തുൻ അലാ ഹൈഅത്തി സ്വലാത്തി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, കാരണം അത് അവിടെ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ അവിടെ നിസ്കരിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഐരി തഈരിൻ വലില്ലാഹിൽ ഹംദ്, ഒരു മാറ്റങ്ങളും വരുത്താതെ ഇപ്പോഴും അതുപോലെ അവിടെ നിസ്കരിക്കുന്നുണ്ട്. വാഹുലു മക്കത്ത് അദറാ ബിശ്ശിആബിഹ, അങ്ങനെ ചൊല്ലുണ്ട്. മക്കാർക്ക് അറിയാം അവിടുത്തെ പർവ്വതങ്ങളും അതിനിടെയുള്ള വഴികളൊക്കെ മക്കാർക്ക് അറിയാമെന്ന് പറയുന്നത് പോലെ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ജാവിയയിൽ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചതെന്നും അവിടെ അങ്ങനെയെന്ന് ഓർക്ക് ആ നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെയാണ് നിസ്കരിക്കുന്നതെന്ന്. വലക്കഫി സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, കാരണം സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലുണ്ട് ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല സ്വഭാവം. ലഅന്നഹു അഹദ കൈഫിയത്തി സ്വലാത്ത്, കാരണം സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിസ്കാരത്തിൻ്റെ കൈഫിയത്ത്, നിസ്കാരത്തിൻ്റെ രീതികൾ സ്വീകരിച്ചിട്ടുള്ളത്, വസായിൽ ഇബാദാത്ത്, അതുപോലെ എല്ലാ ഇബാദത്തുകളും സ്വീകരിച്ചിട്ടുള്ളത് മിൻദാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്തയിൽ നിന്നാണ്, വിശ്വാസങ്ങളുടെ അടുത്ത് നിന്നാണ് ഇതൊക്കെ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സ്വീകരിച്ചത്. ബിലാ വാസിത്തന്നെ, ഒരു മധ്യവർത്തിയും ഇല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിസ്കരിച്ച് എങ്ങനെ നിങ്ങൾ നോക്കണം, കാരണം നിസ്കാരത്തിനെ പോലെ നിങ്ങൾ നിസ്കരിക്കണം. വഅമറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട് അൻ തുജദ്ദിദ ദീനിനെ തജ്ദീദ് ചെയ്യാൻ വേണ്ടി, ദീനിനെ പുനരുദ്ധാരണം നടത്താൻ, ബിതഖവീമി അർക്കാനിൽ മാഹിയ, പരിശുദ്ധമായ ദീനിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ദീനിനെ പുനരുദ്ധാരണം നടത്താൻ, തജ്ദീദ് നടത്താൻ സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പന നടത്തിയിട്ടുണ്ട് എന്ന്. വഖദ്ദഹല സയ്യിദിന അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രവേശിച്ചപ്പോൾ സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസങ്ങളുടെ സഹാബി വരിയിൽപ്പെട്ട പ്രമുഖനായ അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രവേശിച്ചു. മസ്ജിദുൽ മദീനയിലെ മസ്ജിദിലേക്ക് പ്രവേശിച്ചപ്പോൾ വജദ ഇമാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു യുസല്ലി, അവിടെ ഇമാമായിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടു. ഫലമ്മ ഫറഅ, അപ്പോൾ അതിൽ നിന്ന് ആ നിസ്കാരത്തിന് പിന്തിരിഞ്ഞപ്പോൾ ഇൽത്തഫത്ത് അനസ് ഇല അസ്ഹാബിഹി, അങ്ങനെ അദ്ദേഹം തൻ്റെ അനുചരന്മാരോടായിട്ട് പറഞ്ഞു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാ സല്ലൈത സലാത്തൻ അഷ്ബഹ ബി സലാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു നിസ്കാരത്തെയും കണ്ടിട്ടില്ല. കസലാത്തല്ലദീ തുസല്ലൈതുഹ മിൻ വറായി ഹാദ ഷാബ്, ഈ ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നിൽ നിസ്കരിച്ച നിസ്കാരത്തിനെ പോലെ. ആദ്യ നിസ്കാരത്തിനോട് അത്രയും അടുത്ത് നിൽക്കുന്ന നിസ്കാരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഖാല അസ്ഹാബുൻ അനസ്, അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അനുചരന്മാർ പറഞ്ഞു, കഅന്ന തുസബ്ബിഹു ബി വറായി ഉമർ ബിൻ അബ്ദുൽ അസീസ് അശ്റൻ, നമുക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുമ്പോൾ നമുക്ക് 10 തസ്ബീഹൊക്കെ ചെല്ലാനുള്ള ടൈം കിട്ടലുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബഹ ഫി റുകൂഇഹി സലാസൻ, ആരെങ്കിലും റുക്കൂവിൽ 3 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയാൽ ഫഖദ് തമ്മ റുക്കൂഹു, അവൻ റുക്കൂനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒമൻ സബ്ബഹ സുജൂദിഹി സലാസൻ, ആരെങ്കിലും സുജൂദിൽ 3 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയാൽ ഫഖദ് തമ്മ സുജൂദുഹു, അവൻ സുജൂദിനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വദാലിക അദ്നാഹു, എന്നാൽ അതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ അളവ്. സുജൂദും റുക്കുവൊക്കെ പൂർത്തിയാവണമെങ്കിൽ മിനിമം 3 തസ്ബീഹ് ചൊല്ലാനുള്ള സമയം അതിലുണ്ടാവണം എന്നർത്ഥം. അക്കല്ല മയ്യഖ്ഫി, അതിൽ മതിയാവുന്ന ഏറ്റവും ചെറിയ അളവ് അതാണ്. റസൂല സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടു, അമ്മൻ സബ്ബഹ തസ്ബീഹതൈനി വനിസ്ഫൻ, 2 തസ്ബീഹും പകുതിയും ചൊല്ലിയ ഒരാളെക്കുറിച്ച്. അതായത് ഒരാൾ നിസ്കരിക്കുകയാണ്, അദ്ദേഹം സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി, നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അഅല, അങ്ങനെ എന്തൊക്കെ ചൊല്ലി, പകുതിയെ ചൊല്ലിയുള്ളൂ, മുഴുവൻ ചൊല്ലിയില്ല. 2.5 തസ്ബീഹ് ചൊല്ലി.
എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ ഫഖാൽ, അപ്പോൾ സയ്യിദ്ന ശൈഖുൽ തങ്ങൾ പറഞ്ഞു ബത്തലത്ത് തമാമൻ, അവൻ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു എന്ന്, നിസ്കാരം തന്നെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. നുസ്ഹത്തി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു നസീഹത്തായിട്ട് പറഞ്ഞതാണ്. ശരീഅത്തിൽ അത് ബാത്തിലാവുന്ന അർത്ഥത്തിലാവണമെന്നില്ല എന്നർത്ഥം. ഒമിൻ തളീഹ തളിയു വഖതിഹൽ മുഖ്താർ, അതുപോലെ തന്നെ നിസ്കാരത്തെ അവഗണിക്കുന്നതിൽ പെട്ടതാണ് തളീയു വഖതിഹ അൽ മുഖ്താർ, അതിന് തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അത് നിസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഒമൻ അഖറഹ, ആരെങ്കിലും ആ നിസ്കാരത്തിനെ മറ്റൊരു സമയത്തേക്ക് വൈകിപ്പിച്ചാൽ, അൻഹു അല്ലെ ആയിരി ഉദിരിൻ ശരീഅത്തിൻ്റെ ഒരു ഉതിറില്ലാതെ, ശരീഅത്ത് അനുഭവിച്ച കാരണങ്ങളല്ലാതെ അതിനെ വൈകിപ്പിച്ചാൽ, വഹുവ മാലാ താഖത്തലക്, അത് ആ വിഷയത്തിൽ അവന് ശരീഅത്ത് അനുഭവിച്ച വിഷയത്തിൽ അവന് കഴിവില്ലല്ലോ, അവന് പറ്റിപ്പോകുന്നതല്ലേ, അതല്ലാത്ത കാര്യങ്ങളിൽ അവൻ വൈകിപ്പിച്ചാൽ, അലാ ഇജാലത്തിഹിം, കാരണം ശരീഅത്ത് അനുഭവിച്ച വിഷയത്തിൽ അത് ചെയ്യാൻ അവന് ഒരു കഴിവില്ല. ഇപ്പോൾ ഏതുപോലെയൊക്കെ പെണ്ണുങ്ങൾക്ക് ഹൈദ് ഉണ്ടാകുമ്പോൾ, നിഫാസ് ഉണ്ടാകുമ്പോൾ, ബുലൂയിൻ, ഒരു മനുഷ്യന് പ്രായപൂർത്തി ആവുമ്പോൾ ആ സമയത്ത്, നിസിയാനിൻ, അല്ലെങ്കിൽ ഒരാൾ മറന്നുപോയി, വനൗമിൻ, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി. ഉറക്ക്, മറവി, ഇതൊന്നുകൊണ്ടൊന്നും ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരാൾ ഉറങ്ങിപ്പോയി ളുഹറിൻ്റെ സമയത്ത്, അങ്ങനെ അത് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി, ളുഹർ കിട്ടിയില്ല, അസർ കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്, അവന് കൊറ്റല്ല, നമ്മൾ അവനെ പോയി ചീത്ത പറയാനൊന്നും നിൽക്കണ്ട, ഉറങ്ങിപ്പോയതല്ലേ. ഒരു മനുഷ്യൻ ഉറങ്ങിയാലൊന്നും ചീത്ത പറയരുത്, അറിയാതെ സംഭവിക്കുന്നതല്ലേ. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണെങ്കിൽ നമ്മൾ ഓരോ ഭയങ്കരമായിട്ട് വിളിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഉറങ്ങുകയാണ് ക്ഷീണം കൊണ്ട്, ഉറക്കത്തിന് മുകളിൽ അവന് കുഴപ്പമൊന്നുമില്ല, അവനെ പിടിച്ചിങ്ങനെ ഞെട്ടിപ്പിടിച്ച് എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊക്കെ മശായിഖന്മാരൊക്കെ ചെയ്യില്ല, അവൻ്റെ കാലിങ്ങനെ തൊടും, കുറച്ച് നേരം ഇങ്ങനെ തൊടും, എന്നിട്ട് വിളിക്കാൻ ശ്രമിക്കും. അവൻ എണീക്കുന്നുണ്ടെങ്കിൽ അവനോട് പറയും സമയമായിട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ആ തൊട്ടിട്ട് അവനെ അറിയുന്നില്ലെങ്കിൽ അവൻ അത്രയും ക്ഷീണിച്ച് ഉറങ്ങാന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ അവനെ പോയി ഇങ്ങനെ പിടിച്ച് വലിച്ച് അടിച്ച് ഒതുക്കി അങ്ങനെയൊന്നും വിളിക്കാൻ നിൽക്കരുത്. കാരണം ആ സമയത്ത് ഓന് ബാധ്യതയല്ല നിസ്കരിക്കാൻ, ഉറങ്ങല്ലേ, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കണം. ഇനി ഉറക്കമൊന്നുമില്ല എങ്കിൽ എന്ത് ചെയ്യണം, അവന് ഇനിയിപ്പോൾ ഉറങ്ങി നീറ്റാലോ, നമ്മൾ കലായിപ്പോയി, പെട്ടെന്ന് കലാ കുട്ടിയും പറഞ്ഞു കേട്ടോ. ഇനി ഉറങ്ങുമ്പോൾ ഈ നിസ്കാരം കലായിക്കോട്ടെ എന്നുള്ള നീയത്തിലും ഉറങ്ങരുത്. നിസ്കാരം അതോട് നിസ്കരിക്കണം എന്നാണ് കരുതുന്നത്, ഉറങ്ങിപ്പോയതാണ്, അള്ളാഹു ഒന്നും പറയില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സുബിയൊക്കെ അങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങളൊക്കെ സംഭവിക്കൽ കുട്ടികളൊക്കെ ഉറങ്ങാനുള്ള ആൾക്കാരുണ്ടാവും. അതായത് കുട്ടികൾ നേരമൊക്കെ എണീക്കും, അത് സുഖമില്ലാത്ത കുട്ടികളുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ ഇടക്കെണീറ്റ് ആകുമ്പോൾ അവർക്ക് ഉറക്കം ചിലപ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ ചിലപ്പോൾ സുബിക്ക് കുറച്ച് മുമ്പായിരിക്കും അവർ ഉറങ്ങിയിട്ടുണ്ടാവുക, അങ്ങനെ അറിയാതെ സുബി കലായിപ്പോയിണ്ടാവും. അപ്പോൾ എൻ്റെ സുബിയൊക്കെ കലാണ്, ഞാൻ ഇനി എന്തിനു പറ്റും എന്ന് ചിന്തിക്കേണ്ട, കാരണം അത് അറിയാതെ സംഭവിച്ചു പോകുന്നതല്ലേ. എപ്പോഴാണ് എണീക്കണം അപ്പോൾ പെട്ടെന്ന് നിസ്കരിക്കുക. അതുപോലെ പുരുഷന്മാരും ചിലപ്പോൾ രാത്രി ലേറ്റായിട്ട് ജോലിക്ക് പോയി വരുന്നവരുണ്ടാവും, അറിയാതെ എണീക്കണം എന്ന് വിചാരിക്കും, പക്ഷേ എണീക്കാൻ പറ്റലുണ്ടാവില്ല, ഉറങ്ങിപ്പോണ്ടാവും. അത് പ്രശ്നമാക്കണ്ട. അതേസമയം നീയത്ത് വെച്ചിട്ട് ഇന്ന് സുബി കലാക്കണം നീയത്ത് വെച്ചിട്ട് കിടന്നുറങ്ങരുത്. ഉദ്ദേശിക്കുക എണീക്കണമെന്ന്, പക്ഷേ പറ്റിയിട്ടില്ലെങ്കിൽ സാരമില്ല, കാരണം ഉറങ്ങിപ്പോണതല്ലേ. അതുപോലെ തന്നെ എല്ലാ നിസ്കാരത്തിൻ്റെ വിഷയത്തിലും. എന്നാൽ നമ്മളിപ്പോൾ നമ്മൾ എണീപ്പിക്കണം എന്ന് പറയുന്നതിന് വേറൊരാൾ ചുമതലപ്പെടുത്തിയും വേണം കേട്ടോ. നമുക്ക് വേറൊരാളുണ്ടെങ്കിൽ സുബിക്ക് വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയണം. അവരോട് മറന്നുപോയി വിളിക്കാൻ കുഴപ്പമില്ല, അവർ വിളിച്ചവരറിഞ്ഞില്ല, അതും കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊന്നും അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നിസ്കാരം നമ്മൾ വൈകിപ്പിച്ചാൽ വേറെ സമയത്തേക്ക് വൈകിപ്പിക്കുന്നത് അത് ഒഴിവാക്കുന്നതിന് പോലെയാണ്. ലാ കൽ അഷ്ആലിൽ അസ്ബാബിയത്തി, അല്ലാതെ നമ്മൾ ദുനിയാവിൽ കുറേ തിരക്കായതുകൊണ്ടാണ് ഒഴിവായെന്ന് പറയരുത്. കാരണം ഫഇന്നൽ വഖ്ത മുഖദ്ദമുൻ അലൈഹ, കാരണം ദുനിയാവിൻ്റെ തിരക്കിനേക്കാൾ വലുതാണ് നിസ്കാരം. നമ്മൾ പറയും ഞാൻ ജോലി കഴിയുമ്പോൾ അസർ നിസ്കാരമൊക്കെ പോകും, അധികം ളുഹർ കിട്ടലില്ല, ജോലി കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ഭയങ്കര ജോലി ചെയ്യാനാരാ നിങ്ങളോട് പറഞ്ഞ് ആ ജോലി അങ്ങ് ഒഴിവാക്കിക്കളാം. ജോലിൻ്റെ മുകളിലൊന്നും ഇതൊന്നും ഒഴിവാക്കാനും പറ്റില്ല. ആണെങ്കിൽ ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൈകിപ്പിക്കാന്നല്ലാതെ കലാ ആക്കാൻ നമ്മൾ ജോലി പറയേണ്ടത് ആ ജോലി തന്നെ വേണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പലപ്പോഴും നമ്മൾ വീട്ടിലൊക്കെ കുളിച്ച് അടിച്ച് തുടച്ച് അലക്കി കുളിച്ച് മാറ്റി വരുമ്പോഴത്തേക്കും ളുഹർ അധികം പോകും. അങ്ങനത്തെ അടിച്ച് തുടയ്ക്കൽ വേണ്ടാന്ന് പറയണം, ളുഹർ കഴിഞ്ഞിട്ട് ചെയ്താൽ പോലെ ഇതൊക്കെ അങ്ങനെ പെണ്ണുങ്ങൾ പറയൽ. അപ്പോൾ അങ്ങനെയല്ല, കാരണം ദുനിയാവിൻ്റെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് കുട്ടികളുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തായാലും നിസ്കരിക്കാൻ ഭയങ്കര പ്രയാസമാണ്, കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ശരീരത്തിൽ മൂത്രമൊഴിക്കോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട്
ഞാൻ നിസ്കരിക്കാൻ പ്രയാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നിസ്കാരം ഒഴിവാക്കാൻ അതൊരിക്കലും കാരണമല്ല. കാരണം നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നില്ല, ശരീരത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങളും ഒഴിവാക്കണ്ടോ? ഇല്ല, എല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു നേരം കഴിയുന്നില്ലെങ്കിൽ പെട്ടെന്ന് എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഈ ദുനിയാവിൻ്റെ കാരണങ്ങളും ജോലി തിരക്ക് അത് ഇതൊന്നും പറഞ്ഞിട്ട് പറ്റില്ല. കാരണം നിസ്കാരത്തിൻ്റെ സമയമാണ് അതിനേക്കാളും മുന്തിച്ച് നമ്മൾ കാണേണ്ടത്. ഫഖദ് ജറത്തിൽ ആദ അന്ന മൻ ഹറസ ഫി ഐരി വഖത്തിൻ ലാ യസ്തഗിൽ. നമ്മളൊരു വിത്ത് പാകുമ്പോൾ, അതുപോലെ ഒരു കൃഷി നടത്തുമ്പോൾ അതിൻ്റെ സമയത്തല്ല നമ്മൾ ചെയ്യണമെങ്കിൽ, ആരെങ്കിലും പോയിട്ട് മഴക്കാലത്ത് നമ്മളിപ്പോൾ വയലിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ വിത്തൊക്കെ പാകുക കുറച്ചൊരു മഴക്കാലത്തിന് കുറച്ച് മുമ്പായിട്ടാണ്. മഴക്കാലം വരുമ്പോഴത്തേക്ക് അത് നമുക്ക് എല്ലാം കഴിയണം. മഴക്കാലത്ത് ആരെങ്കിലും വിത്ത് പാകിയാലുള്ള അവസ്ഥ എന്താ ഉണ്ടാവുക? നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം, വെള്ളം കയറിയിട്ടൊക്കെ നശിച്ചു പോകും. അപ്പോൾ എല്ലാം അതിൻ്റെ സമയത്താണ് അതൊക്കെ ചെയ്യേണ്ടത്. ഓരോന്നിനും ഇപ്പോൾ ഞാൻ വാപ്പൻ്റെ കൂടെ കൃഷിക്ക് പോകുമ്പോൾ വാപ്പ പറയും ഇപ്രാവശ്യം വിളവ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്, എന്താ നമ്മൾ ഒരു 2 ആഴ്ച വൈകി വിത്തിടാൻ. അപ്പോൾ അത് കറക്റ്റായിരിക്കും. 5 ആഴ്ച വൈകിയതുകൊണ്ട് നമുക്ക് എന്തായാലും വിളവ് കുറയും. കാരണം മഴക്കാലം വന്നാൽ പറ്റില്ല. ഓരോ സമയത്തിനും വിത്ത് പാകുന്നതിനും കിളക്കുന്നതിനും ഒക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ ചെയ്താലേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ കഥാലിക്ക് അതുപോലെ തന്നെയാണ് മൻ അഹറഹ, ആരെങ്കിലും ഈ നിസ്കാരത്തെ വൈകിപ്പിച്ചാൽ അൻ വക്തിഹ, അതിൻ്റെ വക്തിൽ നിന്ന് ഫലാ സവാബ ഫിഹ, അവനൊരു ഗുണവും അതിനെ കൊണ്ട് കിട്ടില്ല, അതിൻ്റെ പ്രതിഫലമൊന്നും കിട്ടില്ല. ബൽ കത് അസാ മിനൽ കബായർ, മാത്രമല്ല പ്രതിഫലം കിട്ടില്ല എന്ന് മാത്രമല്ല അത് ഏറ്റവും വലിയ തെറ്റാവ് മാറുകയും ചെയ്യും. ഒരാൾ നിസ്കാരം കഥാക്കേണ്ടത് അവന് ഏറ്റവും വലിയ തെറ്റാണ് നിസ്കാരം കഥാക്കുന്നത്. ഹാക്കിമും, ഒരു രാജാവ് അല്ലതീ യുഹ്കിമുന, നിങ്ങളെ മുകളിൽ അധികാരമുള്ള ഒരു രാജാവ് ഇതാ അമ്രുഖ്, നിങ്ങളോട് കൽപ്പന നൽകി, ബിഹുദൂരി ബൈനിയതേക്ക്, രാജാവ് നിങ്ങൾ കൽപ്പന നൽകി മൂപ്പര മുമ്പിൽ ഹാജരാവണം എന്നുള്ളത്, ഫി വക്തി മഹ്സൂസിന്, ഒരു പ്രത്യേക സമയത്ത്, വലായ സൂക്ക ഇല്ല ഇംതിസാൽ, അദ്ദേഹത്തിനെ അനുസരിക്കാനല്ലാതെ നിങ്ങൾക്ക് വേറെ വകയൊന്നുമില്ല. മൂപ്പർ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ, ഒരു സമയത്ത് വിളിച്ചിട്ടുണ്ടോ, രാജാവ് നിങ്ങൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു സമയത്ത്, ആ സമയത്ത് തന്നെ പോയിരിക്കണം. നമ്മൾ കോടതിയിലൊക്കെ ഹാജരാകുമ്പോൾ കോടതിയിൽ 10:30 നമ്മൾ സമ്മൻ വിളിക്കുമെന്ന് പറഞ്ഞാൽ 10:30 തന്നെ പോകണ്ടേ? പോയില്ലൊരു കാര്യമില്ല, ആ കേസ് മാറ്റി വെക്കും, അടുത്ത ദിവസം വിളിക്കും. അടുത്ത ദിവസം എപ്പോഴാണ് ആ സമയത്ത് എത്തിയിരിക്കണം. ഇതെല്ലാം അതിൻ്റെ രീതി. അപ്പം അതനുസരിച്ച് നമുക്ക് നിർബന്ധമാണ്. ഫൈൻ താഹർത്ത്, ആരെങ്കിലും അതിനെ വൈകിപ്പിച്ചാൽ യക്കുല്ലക്ക്, അവനോട് പറയപ്പെടും, ഫൈൻ കാനത്ത് ഹാക്കിമ, ഞാൻ നിങ്ങളെ വിധികർത്താവാണെങ്കിൽ, ഞാൻ നിങ്ങളെ രാജാവാണെങ്കിൽ, വംരി നാഫിദുൻ ഫീക്ക്, ഞാൻ പറഞ്ഞ അനുസരിക്കൽ നിങ്ങൾക്ക് നിർബന്ധം, ഫലായക്കൂന് ഇല്ല അമ്രി, എൻ്റെ കൽപ്പന അല്ലാതെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കൊരു അധികാരവും ഇല്ല. വൈലം യുംഫുദ് ഹുക്മി, ഇനി എൻ്റെ വിധി നിങ്ങൾക്ക് ബാധകമല്ലെങ്കിലോ, ഫഫൽ മാഷിയത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ പ്രവർത്തിച്ചോ. സോ ഉദബിറോ മാക്ക ഏനീത്ത് അദീബൻ, അതായത് എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്തോളാം, അതായത് നിങ്ങളെ ശിക്ഷിച്ചോളാം. ഇപ്പം നമ്മളൊരു കോടതിയിൽ ഒരു വിധികർത്താവ് വിധി കൽപ്പിക്കാൻ മൂപ്പരെ നമ്മൾ കേസിന് വിളിച്ചാൽ ആ സമയത്ത് നമ്മൾ പോകണം നിർബന്ധമാണ്. നമ്മൾ ആ സമയത്ത് പോകുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്തായിക്കോ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ കേൾക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്, അത് വന്നാൽ നിങ്ങൾക്ക് നന്ന്. ഞാൻ പറഞ്ഞ കേൾക്കൽ നിർബന്ധമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, കുഴപ്പമില്ല, ഞാൻ എനിക്കിഷ്ടമുള്ള വിധിയിടും, തൂക്കിക്കൊല്ലാനോ ജീവപര്യന്തോ എന്ത് ചെയ്തു അത് നിങ്ങൾക്ക് ബാധിക്കും എന്ന് പറയാം. അപ്പോൾ കലാമൊഹാദ കത്ലു ഹോലിൽ മുജ്രിം, ഇത് തെറ്റ് ചെയ്യുന്ന ആൾക്ക് വല്ലാത്ത വാക്കാണ്. അതായത് ഒരു രാജാവോ ഒരു വിധികർത്താവോ പറയാണ്, നിങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് വന്നിട്ടില്ല, എനിക്ക് തോന്നിയ വിധി ഞാൻ എഴുതുമെന്ന് പറഞ്ഞാൽ ആ വിധികർത്താവ് പേടിക്കൂലേ? അല്ല ആ തെറ്റിയ ആൾ പേടിക്കൂലേ? അതോ ഞാൻ സമയത്ത് എത്തിക്കോളാം, നിങ്ങൾ അങ്ങനെ ചെയ്തല്ലേ എന്നല്ല പറയാം. ഫൈൻ അതേത്ത കബലഹോ, ഇനി ഒരാൾ ആ വിധി നടത്തുന്നതിൻ്റെ മുമ്പ് എത്തിയാലോ, ഫലാത്ത ദുഹൂലിലേക്ക് ഇല്ലാ ഫി വഖത്തി ഫതഹ് മഷൂരി, അത് വിളിക്കപ്പെടുന്നവരെ അവനോട് കാത്തിക്കണം, അവന് പ്രവേശിക്കാൻ സാധിക്കില്ല. ഫൈൻ റജാത്ത കബുലൽ വക്ത് സുമ്മേത്ത ബത്താരൻ, അവന് നേരത്തെ വന്നിരുന്നാൽ 10:30 അവൻ വിളിച്ചത്, 10:30 9 മണിക്കേ വന്നിരുന്നാൽ അവനൊരു പണിയില്ലാത്ത ആളെ പോലെ ഉണ്ടാവുക.
ഓന് 10:30 എത്തിയാൽ മതി, അതിന് മുമ്പ് വരേണ്ട ആവശ്യമൊന്നുമില്ല. വാലൈഹി കിസ്, ഇതുപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. നിസ്കാരത്തിനും അതുപോലെ, നിസ്കാരം അള്ളാഹു നിങ്ങളോട് വിളിക്കുകയാണ്. ആ വിളിക്കുന്ന സമയമുണ്ട്, ആ സമയത്ത് തന്നെ ചെയ്യണം. സുബീക്കുള്ള സമയം, ലുഹൂറിനുള്ള സമയം, അസർ, ഇശാ, മഗ്രിബ്, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ആ സമയത്ത് തന്നെ പോകണം, വേറെ സമയത്ത് പറ്റൂല. അതിൻ്റെ മുമ്പും പറ്റൂല, അതിൻ്റെ ശേഷവും പറ്റൂല. ഇനിയിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഖളാ വീട്ടി തൗബ ചെയ്യലല്ല, അത് ഓപ്ഷനല്ല. പക്ഷേ ഖളാ വീട്ടി അത് ഓക്കെയാണെന്ന് വിചാരിക്കരുത്, തൗബ അതിൻ്റെ കൂടെ വേണം. കാരണം അത് വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔറാദുകൾക്കും, ഔറാദിന് അതിൻ്റെ സമയമുണ്ട്, ആ സമയത്തല്ലാതെ ചെയ്യാൻ പറ്റൂല. വേറെ സമയത്താണ് നമ്മൾ ചെയ്യണമെങ്കിൽ തൗബ ചെയ്യണം അതിൻ്റെ കൂടെ. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, ആരെങ്കിലും അള്ളാഹു വെച്ച ഇതുണ്ടാവും, പരിധികളുണ്ട്, ആരെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്താൽ ഫൗലായിക ഹുമുൽ ദാലിമൂൻ, അവനാണ് യഥാർത്ഥത്തിൽ അക്രമി. ഫി ജമീൽ അഹ്കാം, അള്ളാഹിൻ്റെ എല്ലാ വിധികളിലും ഇത് ശരിയാണ്. സനഫറഉ ലക്കും അയ്യുഹ സക്കലാൻ, സക്കലാൻ എന്ന് പറഞ്ഞ 2 വിഭാഗമാണ്. അവർ മനുഷ്യന്മാരെ, ജിന്നുകളെ, നിങ്ങളെ കാര്യം നോക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഒഴിവായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് അള്ളാഹ് പറയുന്നുണ്ട്. ഔ സഅഫറഉ ലക്കും, അള്ളാഹു താല ഒഴിഞ്ഞിരിക്കും, ഇലാ ഹിസാബ്, പിന്നെ വിചാരണ ചെയ്യാൻ വേണ്ടി. ബിനഫ്സി മഅശറ ജിന്നി വല്ലൻസ്, മനുഷ്യന്മാരെ ജിന്നുകളൊക്കെ ഹിസാബ് ചെയ്യാൻ വേണ്ടി അള്ളാഹു ഒഴിഞ്ഞിരിക്കും എന്നുള്ള പറഞ്ഞ. വഹാദിയിൽ ആയത്ത് അഷദ്ദു ആയ, ഈ ആയത്ത് ഭയങ്കര കഠിനമായ ആയത്താണ്. ഫഹിയ ഖത്ലുൻ ലിമൻ തഅമ്മൽ, ഇത് ചിന്തിച്ച ഇത് നന്നായിട്ട് ചിന്തിച്ചാൽ മരിച്ചു പോകും. അള്ളാഹ് തന്നെ നേരിട്ട് വിചാരണ ചെയ്യുന്നതാണോ എന്ന് ആലോചിച്ചാൽ, ചിന്തിച്ചാൽ മരിച്ചു പോകുന്നു. അത്രയും ശക്തിയുള്ള ആയത്താണിത്. ഫഖലഫ മിൻ ബഅദിഹിം ഖലഫുൻ അളാഉസ്സലാ, അതുപോലെ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്, ഒരു വിഭാഗം വരുന്നു, അവർക്ക് ശേഷം ഒരു വിഭാഗം വന്നു, അവർ നിസ്കാരത്തിനെ അവഗണിച്ചവരാണ്. അതിനർത്ഥം അഖ്റജൂഹു അൻ ഔഖാത്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് അവഗണിച്ചവരാണ്. ആ സമയത്ത് നിസ്കരിക്കില്ല, വേറെ സമയത്ത് നിസ്കരിക്കുക. ഫസൗഫ യൽഖൗന അയ്യാ, തീർച്ചയായും അവർ കണ്ടുമുട്ടും അയ്യൻ, ആ നാശത്തെ. വലായം ദവാഉ, അതുകൊണ്ട് മനസ്സിലാക്കണം, വലായം ദവാഉ, ഒരു മരുന്ന് ഒരാൾക്ക് ഉപകാരം ചെയ്യില്ല. ഇല്ലാ ഫി വഖത്തിൻ അല്ലദീ അയ്യനഹു തബീബ്, ഒരു രോഗിക്ക് ഒരു വൈദ്യൻ, ഒരു ഡോക്ടർ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്താൽ ആ സമയത്ത് ഈ രോഗി എപ്പോഴാണോ അത് കഴിക്കേണ്ടത് അപ്പോഴാണ് കഴിക്കേണ്ടത്. ഒരു രാവിലെ 1, ഉച്ചക്ക് 1, രാത്രി 1 ഡോക്ടർ പറഞ്ഞാൽ അത് ആ 3 നേരം തന്നെ കഴിക്കണം. എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും, അത് ഉപകാരം ഉണ്ടാവില്ല. വലാ കൈഫിയത്തി അല്ലദീ റക്കബോ വസലഹു, എത്ര എണ്ണം എങ്ങനെ എന്ന് ഡോക്ടർ പറയും, അതുപോലെ കഴിക്കാവും. അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടാക്കുക ചെയ്യുക, ദ്രോഹം മാത്രമേ ചെയ്യുള്ളൂ. ഫലോ അലിമല്ലാ, അള്ളാഹുവിന് അറിയുമായിരുന്നെങ്കിൽ അന്ന സ്വലാത്ത് തൻഫൗഹ ബഅദ ഖുറൂജി വക്തിഹ, ഏത് സമയത്താണെങ്കിലും നിസ്കാരം നിസ്കരിച്ചാൽ മതി എന്ന് അള്ളാഹുവിന് അറിയുമായിരുന്നെങ്കിൽ ലജമാഹ ഫി വക്തിൻ വാഹിദിൻ, ഒരൊറ്റ നിസ്കാരമായിട്ട് അള്ളാഹു എല്ലാം വെക്കുകയായിരുന്നു. ഏത് സമയത്ത് നിസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിലും ഈ 5 വക്ത് നിസ്കാരം കൂടി ഒറ്റ വക്താക്കുമായിരുന്നു. അള്ളാഹു അങ്ങനെ ചെയ്തില്ല. ലാക്കിൻ ഫസ്സലഹ അല ഔഖാത്ത്, പകരം അള്ളാഹു എന്താ ചെയ്തത്, വ്യത്യസ്ത സമയങ്ങളിലായി അതിനെ വിഭജിച്ചു. അല്ലദീ ബയ്യനഹാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പകരക്കാരൻ, അള്ളാഹു നിയമിച്ച പകരക്കാരൻ അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിസ്കാരം എന്നത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം കിതാബൻ മൗഖൂത, അവർക്ക് ക്ലിപ്തമാക്കപ്പെട്ട സമയങ്ങൾ നിർവഹിക്കേണ്ട നിർബന്ധ ബാധ്യതയാണ്. മഫ്റൂദൻ മുവഖിതൻ, ഓരോ സമയങ്ങളിൽ അവർക്ക് നിർവഹിക്കേണ്ട ഫർദായ കാര്യമാണ്.